ഖാദിസിയ യുദ്ധം നടക്കുമ്പോൾ മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു അന്നത്തെ പേർഷ്യൻ ഭരണകൂടത്തിൻ്റെ പ്രഗത്ഭനായ നേതാവ് റുസ്തുമുമായി യുദ്ധത്തിൻ്റെ തൊട്ടുമുമ്പുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു സ്വഹാബിയെ ഏൽപ്പിക്കുകയാണ്. മഹാനായ റിബ്ഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. യുദ്ധത്തിൻ്റെ മുമ്പ് ചില നെഗോസിയേഷൻസ് നടക്കും, ചില കൂടിയാലോചനകൾ നടക്കും. അങ്ങനെ റുസ്തുമിൻ്റെ കൊട്ടാരത്തിലേക്ക് പൊട്ടിയ ഒരു വാളുമായി മെലിഞ്ഞ ഒരു കുതിരപ്പുറത്ത് മഹാനായ റിബ്ഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അവിടെ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. ആ ചെമന്ന കാർപ്പറ്റിൽ തൻ്റെ കുന്തമുനകൾ കുത്തിപ്പിടിച്ച് വളരെ അഭിമാനത്തോടുകൂടെ എന്നാൽ കീറിപ്പറഞ്ഞ തുന്നിപ്പിടിപ്പിച്ച വസ്ത്രവുമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിദ്യാർത്ഥി, നബി തങ്ങളുടെ ഒരു സ്റ്റുഡൻറ്, ഹബീബിൻ്റെ ഒരു തിൽമീദ് റിബ്ഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. ആ വരവ് കണ്ടപ്പോൾ റുസ്തുമിന് വല്ലാത്ത ദേഷ്യം വന്നു. തൻ്റെ കൊട്ടാരത്തിൽ കടന്നു വരിക എന്ന് മാത്രമല്ല, കുന്തം കുത്തിപ്പിടിച്ചായി വരുന്നത്, അതും കീറിപ്പറഞ്ഞ ഒരു വസ്ത്രത്തിൽ. പക്ഷേ മുസ്ലിമീങ്ങളുടെ നേതാവ് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഏൽപ്പിച്ച മുസ്ലിമീങ്ങളുടെ പ്രതിനിധിയായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ വരാൻ അനുമതി നൽകപ്പെടുകയാണ്. കടന്നു വന്നു. റുസ്തും ചോദിച്ചു, അറബികളാണല്ലേ, വിശന്നു വരികയായിരിക്കും, നിങ്ങൾക്ക് ഭക്ഷണം എത്രയാണ് വേണ്ടത്? നിങ്ങൾക്ക് തിരിച്ചു പോകാൻ, നാട്ടിലേക്ക് തിരിച്ചു പോകാൻ. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? അതിന് മഹാനായ റിബ്ഈ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടിയുണ്ട്. ഇബ്തഅസനല്ലാഹു ലിനുഖ്രിജൽ ഇബാദ് മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ് വമിൻ ضيഖിദ് ദുനിയാ ഇലാ സഅത്തിൽ ആഖിറah വമിൻ ജൗരിൽ അദിയാൻ ഇലാ അദ്ലിൽ ഇസ്ലാം. ഇസ്ലാമിക ലോകത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ പ്രതിച്ഛായ, യൗവനം വിട പറയും മുമ്പേ ഒരു സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഒരുമിച്ച് ചേർന്ന ഒരു മറുപടി. റുസ്തും എന്ന പ്രഗത്ഭനായ ഇറാനിയൻ നേതാവിന്റെ മുമ്പിൽ ഒരു സങ്കോചവുമില്ലാതെ പേടിയുമില്ലാതെ റിബ്ഈ ഇബ്നു ആമിർ എന്ന പാവമായ ഹബീബിന്റെ ഒരു സ്വഹാബി അവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ വന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം? വയറല്ല പ്രശ്നം, എരിയുന്ന പുരിയുന്ന വയറല്ല അവിടെ പ്രശ്നം, മനുഷ്യന്റെ ഭൗതികമായ ആഗ്രഹങ്ങളല്ല. പിന്നെ എന്താണ്? ഇബ്തഅസനല്ലാഹു, അല്ലാഹു ഞങ്ങളെ പറഞ്ഞയച്ചത് ലിനുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്. മനുഷ്യരെ മുഴുവനും മനുഷ്യർക്ക് അടിമകളാവുന്നതിൽ നിന്നവരെ മോചിപ്പിച്ച് മനുഷ്യരുടെ സ്രഷ്ടാവിന്റെ മുമ്പിലേക്ക് അവരെ കൊണ്ടുപോവാൻ യുക്തരായ അല്ലാഹുവിന്റെ ദൂതന്മാരാണ് ഞങ്ങൾ. നഹ്നു ഖൗമുൻ ഇബ്തഅസനല്ലാഹ്, അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചത് എന്താണെന്നറിയണം. ലിനുഖ്രിജൽ ഇബാദ, മനുഷ്യരെ കൊണ്ടുപോകാൻ. എവിടെന്ന്? മിൻ ഇബാദത്തിൽ ഇബാദി, അടിമകൾക്ക്, സൃഷ്ടികൾക്ക് അടിമവേല ചെയ്യുന്നതിൽ നിന്നും ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, മനുഷ്യരുടെ സൃഷ്ടാവായ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് മനുഷ്യരെ കൊണ്ടുപോവാൻ. മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കാതെ സൃഷ്ടാവിന്റെ മുമ്പിൽ തലകുനിക്കാനാണ്, മനുഷ്യർക്ക് മാർഗദർശനം നൽകാനാണ് ഞങ്ങൾ വന്നത്. വമിൻ ضيഖിദ് ദുനിയാ ഇലാ സഅത്തിൽ ആഖിറah, ഈ ലോകത്തിന്റെ ഭൗതികതയുടെ സങ്കുചിതമായ ഒരു ലോകത്ത് നിന്ന് ആഖിറത്തിന്റെ വിശാലമായ ഒരു ലോകത്തേക്ക് മനുഷ്യരെ വഴി നടത്താനാണ് ഞങ്ങൾ വന്നത്. കഴിഞ്ഞില്ല. വമിൻ ജൗരിൽ അദിയാനി ഇലാ അദ്ലിൽ ഇസ്ലാം, സർവമാന മതങ്ങളുടെയും അക്രമങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കണം. എങ്ങോട്ട്? ഇലാ അദ്ലിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ നീതിയിലേക്ക്. ഇസ്ലാമിന്റെ നീതി സർവമതങ്ങളുടെയും അക്രമങ്ങളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കുകയും
സർവമാന നീതിയും നൽകുന്ന വിശുദ്ധ ഇസ്ലാമിന്റെ മുറ്റത്തേക്ക് മനുഷ്യരെ വിളിക്കാൻ നിയുക്തരായവരാണ് ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ്. ആ പ്രവാചകന്റെ അനുയായികളാണ് ഞങ്ങൾ അന്നം തേടി വന്നവരല്ല. ഞങ്ങൾ വിശപ്പ് സഹിക്കുന്നവരാണ്, പട്ടിണി പാവങ്ങളാണ്. പക്ഷേ ഞങ്ങൾ ഖാദിസിയയിലേക്ക് വന്നത് ഭക്ഷണം തേടിയുള്ള യാത്രയല്ല, യുദ്ധമുതലുകൾ ആലോചിച്ചുകൊണ്ടോ പ്രതീക്ഷിച്ചുകൊണ്ടോ വന്ന വരവല്ല. ഇത് ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള വരവാണ്. ഈ ദൗത്യമാണ് മനുഷ്യരുടെ മുമ്പിൽ വിശുദ്ധ ഇസ്ലാം സമർപ്പിക്കുന്നത്. തിന്മകളിൽ നിന്നും നന്മയിലേക്ക്, അതിക്രമങ്ങളിൽ നിന്ന് നീതിയിലേക്ക്, സങ്കുചിതത്തിൽ നിന്ന് വിശാലതയിലേക്ക്, മിൻ ദീഖിദ് ദുനിയാ ഇലാ സഅത്തിൽ ആഖിറഹ്, ഈ ലോകത്തിന്റെ സങ്കുചിതത്വത്തിൽ നിന്ന് പരലോകത്തിന്റെ വിശാലതയിലേക്ക് മനുഷ്യരെ നയിക്കാൻ വന്നവരാണ് ഞങ്ങൾ. വമിൻ ജൗലിൽ അദിയാനി ഇലാ അദിലിൽ ഇസ്ലാം, സർവമതങ്ങളുടെയും അതിക്രമങ്ങളിൽ നിന്ന് മനുഷ്യനോട് ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളെ കെട്ടിവെച്ച് മനുഷ്യനെ ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് സർവമാന നീതിയുടെയും സർവമാന മനുഷ്യത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും സന്ദേശത്തിലേക്ക് മനുഷ്യരെ നയിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഒരു സമൂഹത്തിന്റെ ചിത്രമാണിത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീൻ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين. അല്ലാഹു ആരാണെന്നറിയണം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും, അക്ഷരാഭ്യാസമില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക്, വിദ്യാഭ്യാസമില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക്, ജ്ഞാനമില്ലാതിരുന്ന ഒരു സമൂഹത്തിലേക്ക് അവരിൽ നിന്നൊരു പ്രവാചകനെ ലോകത്തേക്ക് നിയോഗിച്ചവനാണ് സൃഷ്ടാവ് അല്ലാഹു ജല്ല ജലാലു. എന്തിനാണ് മുത്തനബി തങ്ങൾ വന്നത്? എന്തിനാണ് മുഹമ്മദ് മുസ്തഫ തങ്ങൾ വന്നത്? യത്ലു അലൈഹിം ആയാതിഹി, മനുഷ്യനെ ദൈവദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കാൻ, മനുഷ്യനെ സൃഷ്ടാവുമായി ബന്ധിപ്പിക്കാൻ, വയുസക്കീഹിം, അവരെ സംസ്കരിച്ചെടുക്കാൻ, അവരെ മനുഷ്യരാക്കിയെടുക്കാൻ, വയുഅല്ലിമുഹും, അവർക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, മുഅല്ലിമാണ് റസൂലുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ وإن كانوا من قبل لفي ضلال مبين. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗ ലക്ഷ്യം ഖുർആൻ വിവരിക്കുകയാണ്. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, സർവശക്തനായ അല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന പ്രവാചകനെ നിയോഗിച്ചത് മനുഷ്യരെ പഠിപ്പിക്കാനാണ്. യുഅല്ലിമുഹും, മുഅല്ലിമാണ്, അധ്യാപകനാണ് മുഹമ്മദ് റസൂലുള്ളാഹ്. എന്താണ് അവരെ പഠിപ്പിക്കുന്നത്? അൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവിന്റെ കിതാബ് പരിശുദ്ധ ഖുർആൻ, വൽ ഹിക്മ, തത്വജ്ഞാനവും. മനുഷ്യരെ പഠിപ്പിക്കാൻ വന്ന ലക്ഷക്കണക്കിന് ഹദീസുകളിലൂടെ മാലോകർക്ക് വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ 23 വർഷം വാരി വിതറിയ അല്ലാഹുവിന്റെ ദൂതനാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. മുത്തനബി തങ്ങൾ വരുന്നതിന്റെ മുന്നേ അവര് കടുത്ത അന്ധകാരത്തിലായിരുന്നുവല്ലോ, കടുത്ത വഴികേടിലായിരുന്നുവല്ലോ. അല്ലാഹുവാണ് അവരെ നേർവഴിയിലേക്ക് നടത്തിയത്. നല്ല ചൂടിയാണെന്നോട്ടെ. ആധുനിക അന്ധകാരത്തിന്റെ ഒരു പ്രാചീന രൂപമായിരുന്നു അറേബ്യയിൽ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, മനുഷ്യനാവാതെ മനുഷ്യന് എങ്ങനെ നല്ല മൃഗമാവാൻ കഴിയുമെന്ന് ആലോചിച്ചിരുന്ന ഒരു കാലത്താണ് അവർക്ക് ഈമാനും ഹിക്മത്തും നൽകാൻ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത്. വിശുദ്ധ ഖുർആൻ ഇവിടെ യത്ലു അലൈഹിം ആയാതി,
യുവജനങ്ങൾക്ക് വേണ്ടത് അള്ളാഹുവിന്റെ ഈ മാർഗദർശനമാണ്. യുവാക്കൾക്ക് വേണ്ടത് റബ്ബിന്റെ ഈ മാർഗദർശനമാണ്. അതുകൊണ്ടാണ് ഖുൽ അഊദു ബിറബ്ബിന്നാസിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങളിൽ 3 നാമം വിളിച്ചുകൊണ്ട് അവിടെ റബ്ബിനോട് കാവൽ ചോദിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. മനുഷ്യരുടെ രക്ഷിതാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മനുഷ്യരുടെ രാജാവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, മനുഷ്യരുടെ ആരാധ്യനോട് ഞാൻ കാവൽ ചോദിക്കുന്നു. നാസ് എന്ന പ്രയോഗം 3 തവണയാണ് അവിടെ ആവർത്തിച്ചത്. ഖുർആനിൽ അനർത്ഥമായ ആവർത്തനങ്ങളില്ല എന്ന് മനസ്സിലാക്കണം. മനുഷ്യർ മനുഷ്യർ മനുഷ്യർ, നാസ് 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 എന്ന് പറയുമ്പോൾ ഒരേ അർത്ഥമാണെങ്കിൽ എന്തിനല്ലാഹു ആ വാക്ക് ആവർത്തിക്കണം? അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ അതിന്റെ ആഴങ്ങളിൽ ഇറങ്ങി ചെന്ന് പറയുന്നു, ഖുൽ അഊദു ബിറബ്ബിന്നാസ്. മനുഷ്യരുടെ പരിപാലകൻ. റബ്ബ് എന്ന് പറഞ്ഞാൽ മൻ യുറബ്ബി, ആരാണോ നറിഷ്മെന്റ് കൊടുക്കുന്നത്, ആരാണോ അവരെ ബ്രിങ്ങപ്പ് ചെയ്യുന്നത്, ആരാണോ ഒരു സമൂഹത്തെ വളർത്തുന്നത്, ആരാണോ അവരെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നത്, അല്ലാഹു റബ്ബാണ്. ആ നാസിന്റെ അർത്ഥം വളരെ ചെറിയ മക്കൾ. അള്ളാഹു ജനങ്ങൾക്ക് മുഴുവൻ റബ്ബാണ്. എന്നാൽ ഈ പ്രത്യേകമായ പ്രയോഗത്തിൽ കൊച്ചുമക്കളെ വളർത്തിക്കൊണ്ടുവരുന്നവനെ അള്ളാഹുവേ ഞാൻ നിന്നിൽ അഭയം ചോദിക്കുന്നു. മലിക്കിന്നാസ്, ജനങ്ങളുടെ രാജാവ്. ആ ജനങ്ങൾ എന്ന് പറയുന്നത് യുവാക്കളാണത്രേ. യുവാക്കൾക്ക് രാജാവിന്റെ രാജാധികാരവും രാജാവിന്റെ പവറും ഉപയോഗിക്കണം. യുവാക്കളെ പിടിച്ചു നിർത്തണം. അവരുടെ തോന്നിയ പോലെ വിടാൻ കഴിയില്ല. രാജാവ് നിയമം നടപ്പാക്കുന്നവനാണ്. അല്ലാഹു യുവാക്കൾക്കുമേൽ മലിക്കാണ്. എന്നാൽ ഇലാഹിന്നാസ്, സർവ മനുഷ്യരുടെയും ആരാധ്യനാണ് അല്ലാഹു. എന്നാൽ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ ഏത് ആരാധന ഇല്ലാതിരുന്ന ഒരാളും സ്രഷ്ടാവിനെ പറ്റി ചിന്തിക്കാൻ ആരംഭിച്ചു തുടങ്ങും. അതുകൊണ്ട് വൃദ്ധജനങ്ങളെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇലാഹിന്നാസ്, രാജാവ് എന്ന് പറയുമ്പോൾ യുവാക്കളാണ്. റബ്ബുന്നാസ് എന്ന് പറയുമ്പോൾ ചെറിയ മക്കളാണ്. ഇങ്ങനെ 3 വിപരീതമായ വിഭിന്നമായ അർത്ഥങ്ങൾ ആ ഒരു പദത്തിന് അവിടെ നൽകപ്പെടുന്നുണ്ട് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ. യുവാക്കൾക്ക് മലിക്ക് വേണം, രാജാവ് വേണം, അവരെ പിടിച്ചു നിർത്താൻ പറ്റിയ ആള് വേണം. സുന്നത്ത് പെ ചലോ യാറോ, सुन्नत पे चलो यारो, सांसों को गुनाहों का पाबंद न करो यारो. सुन्नत पे चलो यारो, सुन्नत पे चलो यारो, सांसों को गुनाहों का पाबंद न करो यारो. वो लेगा हिसाब हमसे, मांगेगा जवाब हमसे, खो न जवानियों कुछ काम किया करो. मुंसिफ तो नसीहत के काबिल भी नहीं, लेकिन कुरान की नसीहत पर कुछ गौर करो यारो. അതുകൊണ്ട് സുന്നത്ത് പെ ചലോ യാറോ. യുവജനങ്ങളെ, നിങ്ങൾക്ക് മാർഗദർശനം കാണിക്കാൻ വന്ന ഒരു വഴികാട്ടിയുണ്ട്, മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകരുടെ ചര്യയിലായി ജീവിക്കൂ. സുന്നത്ത് പെ ചലോ യാറോ, സുന്നത്ത് പെ ചലോ യാറോ, സാൻസോं को गुनाहों का പാബന്ദ ന കരോ യാറോ. നമ്മുടെ ഓരോ ശ്വാസവും പാപമായി പോകുന്ന ഒരു ലോകത്തേക്ക് പോകല്ലേ. നമ്മൾ ഇടപെടുന്ന ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും തെറ്റുകൾ സംഭവിക്കുന്നതായി മാറിപ്പോവല്ലേ. അതുകൊണ്ട് ഹബീബിന്റെ സുന്നത്തിലേക്ക് വാ. വോലേഗാ ഹിസാബ് ഹംസേ, മാംഗേഗാ ജവാബ് ഹംസേ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോരോ സെക്കൻഡും, വർഷത്തിന്റെ എണ്ണവും മാസവും കൃത്യമായ ദിവസവും മണിക്കൂറും സെക്കൻഡും വെച്ച് നീ ഇന്ന നേരത്ത് ഇന്നത് ചെയ്തില്ലയോ എന്ന് നമ്മളെ വിചാരണ ചെയ്യാൻ പോകുന്നുണ്ട് അല്ലാഹു.
वो लेगा हिसाब हमसे मांगेगा जवाब हमसे നമ്മളോട് മറുപടി പറയാൻ പറയും അവൻ. അതുകൊണ്ട് ഖോ ന ജവാനിയൂ കുച്ച് കാം കിയാ കരോ. അതുകൊണ്ട് യുവജനങ്ങളെ, മരണമാസന്നമാകുന്നതിന്റെ മുമ്പ് ചില നന്മകൾ നമുക്ക് ചെയ്തു പോകാം. മുൻസിഫ് തോ നസീഹത് കെ ഖാബിൽ ഭി നഹീ ലേകിൻ ഖുർആൻ കി നസീഹത് പർ കുച്ച് ഗൗർ കരോ യാരോ. ഉപദേശിക്കാൻ ഞാൻ ആരുമല്ല, ഉപദേശിക്കാൻ ഞാൻ അർഹനുമല്ല, എന്നാൽ ഖുർആൻ കി നസീഹത് പർ കുച്ച് ഗൗർ കരോ യാരോ. വിശുദ്ധമായ ഖുർആനിന്റെ സാരോപദേശങ്ങൾ നമുക്കൊന്ന് ഓർത്തു നോക്കാം. വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾ അത് അല്ലാഹുവാണല്ലോ, മനുഷ്യനല്ലല്ലോ പറയുന്നത്. ആ സാരോപദേശങ്ങളൊന്ന് കേട്ടു നോക്കാം. അതുകൊണ്ട് സുന്നത്ത് പെ ചലോ യാരോ, സുന്നത്ത് പെ ചലോ യാരോ, सांसों को गुनाहों का पाबंद न करो यारो. അതുകൊണ്ട് യുവാക്കളോട് വിശുദ്ധ ഖുർആനും തിരുനബിയും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്? അതാണ് നമ്മുടെ ഇനിയുള്ള ചർച്ച. അല്ലാഹു നമുക്ക് ആ തിരുവഴിയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യ കാലഘട്ടം മുഴുവനും നമുക്ക് യൗവനമായിട്ട് കണക്കാക്കാൻ കഴിയും. ചില ചോദ്യങ്ങളാണ് യുവാക്കളോട്, യുവജനങ്ങളോട് ചോദിക്കുന്നത്. 3 പ്രധാനമായ ചോദ്യങ്ങൾ, അവസാനത്തെ 4ാമത്തെ അതിപ്രധാനമായ ഒരു ചോദ്യവും. ഒന്ന്, നിങ്ങളും വിശുദ്ധ ഖുർആനും തമ്മിലുള്ള ബന്ധം എന്താണ്? ഏതൊരു യുവാവ്, ഏതൊരു നാട്ടിലും പ്രശ്നങ്ങളുണ്ട്. എല്ലാ നാടുകളിലും കുഴപ്പക്കാരുണ്ട്, കുഴപ്പമില്ലാത്തവരുണ്ട്, പച്ചപ്പാവങ്ങളുണ്ട്, മഹാപോക്കിരികളുണ്ട്. എല്ലാ നാട്ടിലും നമ്മൾ ഓരോ നാടുകളിൽ ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ട് അറിയാൻ പറ്റും. എല്ലായിടങ്ങളിലും സ്വഭാവ ഗുണങ്ങൾ ഒരുപോലെയാണ്, ജനങ്ങളുടെ രീതികൾ ഒരുപോലെയാണ്. ചെറുപ്പക്കാർ വളരെ വഴിവിട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട്, ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അൽഹംദുലില്ലാ ഇവിടുത്തെ സജ്ജനങ്ങളായ ഉമറാക്കളുടെ ആ മുൻനിരയിൽ നിന്നുള്ള നമ്മുടെ നേതൃത്വവും ഇവിടുത്തെ യുവജനങ്ങൾ വളരെ നന്മ നിറഞ്ഞ, വളരെ സഹവർത്തിത്വവും സൗഹാർദ്ദവും സ്നേഹവും നന്മയുമുള്ള മക്കളാണ് നമ്മുടെ ഈ പാറാട് പ്രദേശത്തുള്ളത് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മുഖസ്തുതി പറയല്ല, കാരണം പ്രശ്നങ്ങളുള്ളിടത്ത് ഞാൻ അങ്ങനെ പറയില്ല. അത്രയും നല്ല ഒരു യുവജനങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു. നമ്മുടെ വോളണ്ടിയർമാർ വളരെ ചെറിയ മക്കൾ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി വെയിലുകൊണ്ടും പൊടിയിലും റോഡിലുമായി നിൽക്കുകയാണ്. ഈ ഒരു നന്മ നമുക്ക് കാലാകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം. അവരുടെ ആ ഒരു സ്നേഹം, ദീനിനോടും അള്ളാഹുവിനോടുമുള്ള ആ ഒരു പ്രതിബദ്ധത, ആ വെളിച്ചം കെട്ടുപോവാതിരിക്കണം. ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല, പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല അധ്വാനം വേണം. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ദുആ ഇരക്കുകയാണ്. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ആ യൗവനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാണ്. ആദ്യത്തെ ചോദ്യം, നിങ്ങളും അള്ളാഹുവിൻ്റെ ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? +2 പഠിക്കുന്ന മക്കൾ മുതൽ SSLCക്ക് പഠിക്കുന്ന മോള് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും ജോലി തേടുന്നവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു 40-45 വയസ്സ് വരെയുള്ള ആ ഒരു തലത്തിൽ ജീവിക്കുന്ന, ആ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ആളുകൾ, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ടോ? വുളൂവെടുത്ത് അല്ലാഹു അക്ബർ എന്ന് കെട്ടി നിസ്കാരം തുടങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്. അള്ളാഹുവിന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടോ? വുളൂവെടുത്ത് ഖുർആൻ ഓതിയാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സംസാരം കേൾക്കുകയാണ്. ഈ ഒരു സൗകര്യം അള്ളാഹു നമുക്ക് നൽകിയില്ലയോ? നമ്മുടെ സ്രഷ്ടാവിനോട് എപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു അപ്പോയിന്റ്മെന്റ് ആവശ്യമില്ലാതെ വുളൂവെടുത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞ് അല്ലാഹു അക്ബർ. നമ്മുടെ നിസ്കാരം നമ്മൾ അള്ളാഹുമായുള്ള സംസാരമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് അള്ളാഹുവിന്റെ സംസാരം നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ ഇതിന് എത്ര സമയം ചെലവഴിക്കാറുണ്ട്? നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ നെറ്റ്വർക്കുകളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇതിനു വേണ്ടി സമയം കളഞ്ഞതിൽ പിന്നെ
അള്ളാഹുവിന് വേണ്ടി, ഖുർആനിന് വേണ്ടി എത്ര നേരമാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത്? ഇതിനുത്തരം നിങ്ങൾ നൽകണം. ആ ഉത്തരം ശരിയെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പ്രയാസമില്ല. യഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യർ യുവജനങ്ങൾ മാത്രമല്ല, എല്ലാവരോടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ആഹ്വാനമാണ്, യഖ്റഉൽ ഖുർആൻ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതണമേ. അതറിയാത്തവർ പഠിക്കുക, അതിൽ മടി വിചാരിക്കരുത്. എനിക്ക് ഓതാൻ അറിയില്ല, ഇനിയിപ്പോൾ എങ്ങനെ ഉസ്താദിനോട് ചോദിച്ച് പഠിക്കുക? ഒരിക്കലും മടിപാടില്ലാത്ത വിഷയമാണത്. എന്തിനു നാണിക്കണം? അള്ളാഹുവിന്റെ സംസാരം പഠിക്കാനല്ലേ, റബ്ബിന്റെ കലാം. യഖ്റഉൽ ഖുർആന, നിങ്ങൾ ഖുർആൻ ഓതണമേ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. വിശുദ്ധമായ ഖുർആൻ ഓതി നടക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷി പറയാൻ വിചാരണയുടെ നാളിൽ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഖുർആൻ വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുന്ന ഖുർആൻ, നമ്മുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന ഖുർആൻ, നമ്മുടെ വീടുകളിൽ സുലഭമായി കിടക്കുന്ന ഖുർആനുകൾ നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരും. റബ്ബേ, എന്നെ എടുത്തു നോക്കാൻ സമയം കിട്ടാത്തവരാണവർ. അവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് തീരുമ്പോഴേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട്, ബാലൻസ് തീരുമ്പോഴേക്ക് ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാഹുവേ, വിശുദ്ധ റമളാൻ കഴിഞ്ഞു പോയതിൽ പിന്നെ എന്നെ എടുത്തു നോക്കിയിട്ടില്ല. അവരെ സ്വയം ചാർജ് ചെയ്യാനുള്ള നിന്റെ റൂഹാനിയായ ചാർജാണ് വിശുദ്ധമായ ഖുർആൻ. അല്ലാഹുവേ, അവരെന്നെ എടുത്തു നോക്കിയിട്ടില്ലെന്ന് നാളെ അല്ലാഹുവിന്റെ ഖുർആൻ അത് ഉപേക്ഷിച്ചവർക്കെതിരെ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഒരു ദിവസം എത്ര പേജ് ഖുർആൻ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട്? ജീവിത തിരക്കില്ലാത്തവരാരാണ്? എല്ലാവർക്കും തിരക്കാണ്. ഈ തിരക്കിനിടയിൽ അല്ലാഹുവിന്റെ വചനത്തിന് വേണ്ടി സമയം എത്രയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്? നിങ്ങൾ പ്രശോഭിതമായ 2 വിശുദ്ധ ഖുർആനിലെ 2 സൂറത്തുകൾ മറന്നുപോവാതെ ഓതണമേ. അൽ ബഖറ വ ആല ഇംറാൻ, സൂറത്തുൽ ബഖറയും സൂറത്തു ആല ഇംറാനും. ഫഇന്നഹുമാ യഅതിയാനി കഗമാമതൈൻ ഔ കഗയായതൈൻ. സൂറത്തുൽ ബഖറയും ആലു ഇംറാനും ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്തിന്റെ വിചാരണ നാളിന്റെ കത്തിജ്വലിക്കുന്ന ചൂടിന്റെ മേൽ അവരുടെ തലകളിലേക്ക് ആശ്വാസമായി തണലായി വരാൻ സൂറത്തുൽ ബഖറയും സൂറത്തു ആലു ഇംറാനും നാളെ മേഘപടലമായി മഹ്ശറയിൽ വന്നു നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറയിൽ നിൽക്കുമ്പോൾ ചില ആളുകളുടെ തലക്കുമീതെ മേഘമുണ്ട്. ആ മേഘത്തിന്റെ തണൽ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല. അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ തണൽ കിട്ടില്ല. ആ മേഘപടലങ്ങൾ കാണുന്നവരറിയണം, ഇവര് സൂറത്തുൽ ബഖറ ഓതിയവരാണ്, സൂറത്തു ആലു ഇംറാൻ ഓതിയവരാണ്. ഔ കത്വൈറൈനി മിൻ ത്വൈരിൻ സവാഫ്. നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയായി പറന്നു വരുന്ന 2 പറവകളാണ് ആലു ഇംറാനും സൂറത്തുൽ ബഖറയും എന്ന 2 സൂറത്തുകളെന്ന് നബിയുനാ റസൂലുള്ളാഹ്. അതുകൊണ്ട് യുവജനങ്ങളോട് യൗവനം വിട പറയും മുമ്പേ ചോദിക്കാനുള്ളത്, നിങ്ങളിൽ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം എത്രയുണ്ട്? അല്ലാഹുവിന്റെ ഖുർആനിന് നിങ്ങൾ എത്രയാണ് സമയം ചെലവഴിക്കുന്നത്? അതിനുത്തരം നിങ്ങളുടെ ജീവിതമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ ഓതുകയും അത് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരോട് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാത്തവരുണ്ടോ? വിശുദ്ധ ഇസ്ലാം പഠിക്കുന്ന ഏതൊരാളും, അത് അമേരിക്കയിലാവട്ടെ, UK-യിലാവട്ടെ, ഫ്രാൻസിലാവട്ടെ, ജർമ്മനിയിലാവട്ടെ, ജപ്പാനിലാവട്ടെ, ഇന്ത്യയിലാവട്ടെ, ചൈനയിലാവട്ടെ, ഏത് മുസ്ലിമിനും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ മറക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ്, ഹൈറ്റും വെയിറ്റും ഇല്ലാതിരുന്ന സ്വഹാബി. എന്നാൽ അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വല്ലാഹി ഇന്നഹുമാ ഫിൽ മീസാനി യൗമൽ ഖിയാമത്തി അസ്ഖലു മിൻ ജബലി ഉഹുദ്. മെലിഞ്ഞ കാലുകളാണ്. ഒരാൾ ഇരുന്നാൽ ആ ഇരുന്ന ആളിന്റെ കൂടെ നിന്നാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ ഇരിക്കുന്ന ആളിന്റെ അത്രയേ ഹൈറ്റ് ഉള്ളൂ. വളരെ മെലിഞ്ഞവരാണ്.
ഒരു മരത്തിന്റെ മുകളിൽ നബി തങ്ങൾക്ക് വേണ്ടി അറാഖിന്റെ ഒരു ശിഖരം, ഒരു കമ്പ് മുറിച്ചെടുക്കാൻ വേണ്ടി കയറിയപ്പോ, കാറ്റടിച്ചപ്പോ ആ ചെറിയ മരത്തോടൊപ്പം ആടി വീഴാൻ പോകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ മെലിഞ്ഞ 2 കാലുകൾ കണ്ടപ്പോഴാണ് സ്വഹാബിമാരിൽ ചിലർ ചിരിച്ചുപോയത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അതഅജബൂന അതദ്ഹഖൂന മിൻ ദിഖ്ഖതി സാഖി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട്, മെലിഞ്ഞ കാലായതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ? വല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നഹുമാ ലഫിൽ മീസാനി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ തുലാസിൽ കനം തൂക്കുമ്പോൾ ആ 2 കാലുകൾ അസ്ഖലു മിൻ ജബലി ഉഹുദിൻ, മദീനയിലെ ഉഹുദ് പർവ്വതത്തേക്കാൾ ഭാരമുള്ളവയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പണ്ഡിതനായിരുന്നു. ഖുർആൻ ജീവിതത്തിൽ കൊണ്ടു നടന്നപ്പോ അല്ലാഹു നൽകിയ സ്ഥാനം, ആകാശലോകങ്ങളിലെ മാലാഖമാരെക്കാളും മനുഷ്യനെ അല്ലാഹു ഉയർത്തും ഈ വിശുദ്ധ കലാം കൊണ്ട്. യർഫഉ ബിഹി അഖ്വാമൻ വയളഉ ബിഹി ആഖരീൻ. വലിയൊരു വിഭാഗം ആളുകളെ അല്ലാഹു ഈ ഖുർആൻ കൊണ്ട് മാത്രം ഉയർത്തുന്നുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു മസ്ഊദ് എന്നവരെ എപ്പോഴും ഖുർആൻ ഓതുമ്പോ നബി തങ്ങൾ ചോദിച്ചു, ഇഖ്റ അലയ്യൽ ഖുർആൻ. ഇബ്നു മസ്ഊദേ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ എനിക്കൊന്ന് ഓതിത്തരുമോ? മദ്രസയിൽ പഠിക്കുന്ന മക്കള്, 2ാം ക്ലാസ്സിലും 3ലോ 4ലോ 5ലോ പഠിക്കുന്ന മക്കൾ, മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുന്നവരുണ്ട്. നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും ഒരല്പസമയം മഗ്രിബ് ഇശാഇന്റെ ഇടയിലെങ്കിലും കയറി വന്ന മക്കൾ ഉറങ്ങുന്നതിന്റെ മുമ്പ്, മോളെ വിശുദ്ധ ഖുർആൻ മോളൊന്ന് ഓദിക്കേ, ഉപ്പൊന്ന് കേൾക്കട്ടെ, ഉമ്മയൊന്ന് കേൾക്കട്ടെ. നമ്മൾ ചോദിക്കണം മക്കളോട്, ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഓതിത്തരേണമേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർത്ഥമറിഞ്ഞാലും അറിയാതെ ഓതിയാലും ഒരുപോലെ പ്രതിഫലമുള്ള അല്ലാഹുവിന്റെ കിതാബാണിത്. അർത്ഥം അറിഞ്ഞോതുന്നവർക്ക് പ്രതിഫലം ഏറെയാണ്. ഇബ്നു മസ്ഊദ് തങ്ങളെ, നിങ്ങൾ എനിക്ക് ഖുർആൻ ഒന്ന് ഓതിത്തരൂ. അപ്പോഴാണ് അത്ഭുതത്തോടുകൂടെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, അഖറഉ അലൈക്കൽ ഖുർആൻ വഅലൈക ഉൻസില. നബിയെ, അങ്ങേക്കല്ലയോ അല്ലാഹു ഖുർആൻ ഇറക്കി തന്നത്? അങ്ങല്ലയോ ഞങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്നത്? അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ നബിയെ? അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങേറ്റത്തെ അദബോടെ, അച്ചടക്കത്തോടെ, സ്നേഹത്തോടെ നബിയോട് ചോദിച്ചു, അഖറഉ അലൈക്കൽ ഖുർആന വഅലൈക ഉൻസില. അങ്ങയുടെ മേലല്ലയോ അല്ലാഹു ഖുർആൻ ഇറക്കിയത്? അങ്ങല്ലയോ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്, പഠിപ്പിച്ചു തന്നത്? അങ്ങ് ഓതുകയല്ലാതെ അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നി ഉഹിബ്ബു, എനിക്കിഷ്ടമാണ്, അന്നസ്മഅഹു മിൻ ഗൈരി, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ യുവജനങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന എന്തെങ്കിലും പ്രഭാഷണമോ, അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആനിന്റെ പാരായണമോ നമുക്ക് എത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താം. നമ്മുടെ യാത്രയിലുടനീളം ബറക്കത്ത്, മാലാഖമാരുടെ സംരക്ഷണം, ദുഷിച്ച ചിന്തകൾ വരാതിരിക്കുന്നത്, അങ്ങാടികളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ പലകങ്ങളടക്കം മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന സർവമാന സ്റ്റിമുലേഷനുകളെയും എല്ലാം മറികടക്കാൻ കഴിയുന്ന വിധം ആത്മീയമായ വെളിച്ചം നമ്മുടെ കൽബിലേക്ക് വേണമെങ്കിൽ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ നടത്തണം, അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം. വാഹനത്തിലൊക്കെ എത്ര സൗകര്യമുണ്ട്, വാഹനമുള്ളവർക്ക് എത്ര സൗകര്യമുണ്ട്. വിശുദ്ധ ഖുർആൻ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു USB, എന്തെങ്കിലും ഒരു CD, ഒരു MP3, ഒരു MP4 എന്താവട്ടെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് കേൾക്കണം. നബി തങ്ങൾ പറയുമായിരുന്നു, മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. അത് നമ്മുടെ മക്കൾ തന്നെയാണെങ്കിൽ എത്ര മനോഹരം. ഭാര്യയ്ക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഭാര്യയോട് ഓതാൻ പറയട്ടെ. ഭർത്താവിന് നല്ല മനോഹരമായി ഓതാൻ കഴിയുമെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യ കേൾക്കട്ടെ, ഉമ്മയിൽ നിന്ന് മക്കൾ കേൾക്കട്ടെ, മക്കളിൽ നിന്ന് ഉപ്പമാര് കേൾക്കട്ടെ. എത്ര മനോഹരമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത്, ഇബ്നു മസ്ഊദേ ഇഖ്റ അലയ്യൽ ഖുർആൻ. യുവാവാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ചെറുപ്പക്കാരനാണ്, 20 വയസ്സ് പ്രായമുള്ള കാലമാണത്.
അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവാക്കളോട് പറയുന്നത്, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയുണ്ട്? യൗവനം വിട പറയും മുമ്പേ നിങ്ങൾ ഉത്തരം പറയണം. നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമയം എത്ര ചെലവഴിക്കാറുണ്ട്? അനാവശ്യമായ വാർത്തകളും ഫോർവേഡുകളും ലൈക്കുകളും ഡിസ്ലൈക്കുകളും തംസപ്പുകളും തംസ് ഡൗണുകളും, എന്തിനാണിതൊക്കെ? നന്മകൾ സ്വീകരിച്ച് മിണ്ടാണ്ടിരിക്കുക എന്നല്ലാതെ ആധുനികമായ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുകയും അനാവശ്യമായി നമ്മുടെ സമയം കൊല്ലുകയെന്ന് മാത്രമല്ല, ഒരുപാട് ഗീബത്തുകളും നമീമത്തുകളും ഖദ്ഫടക്കമുള്ള മാരകമായ തെറ്റുകൾ, വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം. അതെല്ലാം ഒന്ന് മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന്റെ കലാം എടുത്ത് ഓതി നോക്കട്ടെ. നമ്മുടെ പള്ളികൾ എത്ര മനോഹരം, എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ, എത്രയെല്ലാം മുസ്ഹഫുകൾ, എത്ര മനോഹരമായ പ്രിന്റ്, നല്ല ലൈറ്റ്, നല്ല വെളിച്ചം. നമ്മുടെ മുൻഗാമികൾക്ക് അതുണ്ടായിട്ടുണ്ടോ? രാത്രികളിൽ അവർക്ക് ഓതാൻ പ്രയാസമല്ല. മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പമാര്, നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത്. ഇന്ന് എത്ര റാഹത്താണ്, എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ. ആ വെളിച്ചത്തിനൊരു ശുക്ർ. നമ്മുടെ വീടുകൾ അള്ളാഹു തന്നതിന് ശുക്ർ. നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ശുക്ർ. നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്. യഖറഉ സഹറാവൈൻ അൽ ബഖറത വആല ഇംറാൻ. നിങ്ങൾ അൽ ബഖറയും ആല ഇംറാനും മുത്തനബി തങ്ങൾ ഒരു റക്അത്തിൽ, ഇതോടൊപ്പം സൂറത്തുൽ നിസാ ഓതിയിട്ടുണ്ട്, സൂറത്തുൽ മാഇദ ഒരു റക്അത്തിൽ ഓതിയിട്ടുണ്ട് നബി തങ്ങൾ. 4 സൂറകൾ ഒരൊറ്റ റക്അത്തിൽ, രാത്രി നിസ്കാരത്തിലെ ഒരു റക്അത്തിൽ. ഈ ദീർഘമായ ജുസ്ഉകൾ വരുന്ന ഈ സൂറത്തുകൾ ഒരു റക്അത്തിൽ നബി തങ്ങൾ ഓതിയത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഇതേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതാണ് അത്ഭുതം. ഇബ്നു മസ്ഊദേ നിങ്ങൾ ഓതണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യണം എന്ന് പറയുകയാണ്. അതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അള്ളാഹുവിന്റെ കലാമാണ്, എന്റെ റബ്ബെന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അത്രയെങ്കിലും വേണം. എന്നല്ലാതെ നമ്മൾ ഖുർആൻ ഓതുന്നു, അശ്രദ്ധമായിരിക്കുന്നു, അങ്ങനെ ആവല്ലേ. ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസ്സിൽ ശ്വാസോച്ഛ്വാസം എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം. ഗ്യാസാണ് നമ്മൾ അകത്തെടുക്കുന്നത്, ഓക്സിജൻ. കാർബൺ ഡയോക്സൈഡ് നമ്മളത് പുറത്തേക്ക് വിടുന്നു, അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു. നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന്, ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ, നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? മനുഷ്യന്റെ ഒരു ശ്വാസോച്ഛ്വാസം, ഒരു നഫസ് എന്ന അറബിയിൽ പറയുന്ന നഫസ്, നമ്മുടെ ശ്വാസോച്ഛ്വാസം, നമ്മുടെ നഫ്സ് തന്നെ, ശരീരം തന്നെ നിലനിൽക്കുന്നത് നഫസ് കൊണ്ടാണ്. ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം അല്ലാഹുവിന്റെ കലാം ഓതുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസായിൽ ഓതാൻ തുടങ്ങി. നബി തങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഓതുകയാണ് സൂറത്തുൻ നിസായിലെ 41ാമത്തെ ആയത്ത്. ഓതി വന്ന കൂട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فكيف إذا جئنا من كل أمة بشهيد فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. നബിയേ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. നബിയേ, അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറകളിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നുപോയ കാലഘട്ടങ്ങളിൽ, അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാണ്, അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ? അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ? എന്താണ് അവർ ഉത്തരം കൊടുത്തത്? അതിന്റെ മറുപടി റബ്ബിനറിയാം. എന്നാൽ പരസ്യമായി കോടാനുകോടി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മശ്റയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി. അവരുടെ കൂടെ അവരുടെ നേതാവായ അള്ളാഹുവിന്റെ പ്രവാചകനും കൂടെ ഉണ്ടാകും. ഫകൈഫ ഇദാ ജിനാ,
അതാണ് ഖുർആൻ പറയുന്നത്, ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ്. ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും വജിനാ ബിക അലാ ഹൗലാഇ ഷഹീദാ, അങ്ങയുടെ മുമ്പിലിരിക്കുന്ന ഈ സ്വഹാബികൾക്ക് മുഴുവനും സാക്ഷി പറയാൻ നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ ഹബീബിനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. നബി തങ്ങൾ കരയാൻ തുടങ്ങി. മദീ ബിൻ മസ്ഊദേ ഹസ്ബുകൽ ആൻ, ഹസ്ബുകൽ ആൻ, മദീ ബിൻ മസ്ഊദേ മതി മതി. സൂറത്തുൻ നിസായിലെ 41-ാമത്തെ ആയത്തെത്തിയപ്പോൾ ഹബീബിനെ പറ്റിയാണ് അല്ലാഹു പറയുന്നത്. നാളെ നമുക്ക് വേണ്ടി ഹബീബിനെ വിസ്തരിക്കുമ്പോൾ എന്നെയും നിങ്ങളെയും അല്ലാഹുവിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂൽ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, എന്റെ ഹബീബിന്റെ ആ ഹദീസുകളും ആയത്തുകളും ഖുർആനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അല്ലാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ മുത്തുനബി അല്ലാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ? ഹസ്ബുകല്ലാൻ, മദീ ബിൻ മസ്ഊദേ മതി, നിർത്തുക, ഇനി ഓതല്ലേ എന്ന് നബി തങ്ങൾ പറയുകയും ഞാൻ കണ്ടു നോക്കുമ്പോൾ ഫഇദാ ഐനാഹു തദ്രിഫാൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വരുന്നത് ഞാൻ കാണുകയായിരുന്നുവെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ അന്നേരം കരയുകയായിരുന്നു. മഹ്ശറയെ ഓർത്തുകൊണ്ട് ഹബീബ് കരയുകയായിരുന്നു. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം നമ്മൾ അങ്ങനെ ആവട്ടെ. അല്ലാഹു പരലോകത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഓർമ്മ വരണം നമുക്ക്. ആ ഓർമ്മ വരും എപ്പോഴെന്നറിയോ? ഒരു മാരകമായ അസുഖം ശരീരത്തിലുണ്ടെന്ന് വരുമ്പോ അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകട്ടെ, അല്ലാഹു കാവൽ നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ക്യാൻസറിന്റെ സ്റ്റേജുകളിൽ ഇന്ന സ്റ്റേജ് എത്തി, ലാസ്റ്റിലാണ്. റേഡിയേഷൻ ചെയ്തിട്ട് കാര്യമില്ല, കീമോ ചെയ്തിട്ട് കാര്യമില്ല, കൊണ്ടുപോയിക്കോളൂ വീട്ടിലേക്ക്. രോഗികളോട് പരസ്യമായി ഡോക്ടർമാർ സംസാരിക്കും, നിങ്ങൾക്ക് ഇന്ന രോഗമാണ്, ഞങ്ങളുടെ കണക്ക് പ്രകാരം ഇത്രയേ നിങ്ങൾക്ക് ആയുസ് കാണുന്നുള്ള, 2 മാസം, 1 ദിവസം, 1 മാസം, 2 ആഴ്ച എന്ന് രോഗികളോട് പറയുന്ന കാലമാണിത്. രോഗിയുടെ അവകാശമാണ് അത്രയത്. രോഗികളോട് പറയും ഡോക്ടർമാർ, പച്ചയിൽ പറയും. നമ്മൾ മറച്ചു പിടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഞാൻ ഈ പറയുന്നതിന്റെ പൊരുൾ നമുക്ക് അന്നേരം ശരിക്ക് ബോധ്യപ്പെടും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ഒരുങ്ങുന്നത്. ഞാൻ എന്ത് ചെയ്തു റബ്ബേ, ഞാനിപ്പോ എന്ത് ചെയ്തു? സമയം കഴിഞ്ഞല്ലോ, 2 ആഴ്ച ഇത്രയുള്ളൂ എന്റെ മുമ്പിൽ, 1 മാസം, 4 മാസം കഴിഞ്ഞാൽ ഞാൻ മണ്ണിന്റെ ഉള്ളിലേക്കോ പടച്ചവനെ, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. സമയമുണ്ടോ? ഇനി ഞാൻ ഓദിച്ച് എവിടെ എത്താൻ? ഓത്തുപോലും പഠിച്ചില്ലല്ലോ, ഖുർആൻ ഓതാൻ അറിഞ്ഞില്ലല്ലോ, ഞാൻ എവിടുന്ന് പഠിച്ചു തുടങ്ങും? അതുകൊണ്ട് മുഅ്മിനേ, സമയമുണ്ട്. യൗവനം തീരും മുമ്പേ മറുപടി പറയണം. അല്ലാഹുവിന്റെ ഖുർആനിന് വേണ്ടി നമ്മൾ എത്ര നേരമാണ് ചിലവഴിക്കുന്നത്? എത്ര നേരം? അല്ലാഹുവിന്റെ കലാമുമായി നമുക്ക് ബന്ധമില്ലെങ്കിൽ ആത്മീയമായ ഉത്തേജനം എവിടെ നിന്ന് കിട്ടും? ആത്മീയ വെളിച്ചം എവിടെ നിന്ന് കിട്ടും? പൈശാചികതയുടെ സർവന്ധാകാരത്തിൽ നിന്ന് നന്മയുടെ വെളിച്ചത്തിലേക്ക് നമ്മളെ നയിച്ചു കൊണ്ടുപോവാൻ അല്ലാഹുവിന്റെ കലാമിനല്ലാതെ എന്തിനാണ് കഴിയുക? അതുകൊണ്ട് അല്ലാഹുവിന്റെ കലാമിന് വേണ്ടി സമയം ചെലവഴിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ കലാമുമായി അടുത്ത ബന്ധം പുലർത്താൻ അല്ലാഹു നമുക്ക് തന്നെ തൗഫീഖ് നൽകട്ടെ. അവന്റെ അല്ലാഹുവിന്റെ കാരുണ്യം അല്ലാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രവർത്തകന്മാർ വരുന്നുണ്ട്. ബക്കറ്റുമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച നല്ലൊരു സ്വതക്ക നമ്മുടെ ഈ പരിപാടിയിലേക്ക് കൊടുക്കുക. അള്ളാഹു അതുകൊണ്ട് നമ്മൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വിധിച്ച എന്തെങ്കിലും വിപത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന സ്വതക്ക കൊണ്ട് അള്ളാഹു തട്ടി ദൂരത്താക്കട്ടെ. അതുകൊണ്ട് കാര്യമായ നല്ല കനത്തിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന ആളുകൾ കൊടുക്കണം. സാന്ദർഭികമായി ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഖുർആൻ അത്ഭുതമാണ്. സയ്യിദ് ഖുതുബിന്റെ ഫീലുലാനിൽ ഖുർആൻ എന്ന വ്യാഖ്യാനം എഴുതിയ സയ്യിദ് ഖുതുബുണ്ട്. അദ്ദേഹത്തിന്റെ വിവിധ വീക്ഷണങ്ങളുണ്ട്. നമ്മൾ ഇതിലേക്കല്ല പോകുന്നത്. ഇസ്ലാമിക് സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ അതൊന്നും ഇന്ന് മെജോറിറ്റി ഓഫ് ഉലമ അംഗീകരിക്കുന്ന വിഷയങ്ങളല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പഠനങ്ങളിൽ ഒരുപാട് നന്മകൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ഈജിപ്തിൽ നിന്ന് യൂറോപ്പിലേക്ക് ഒരു കപ്പൽ വഴി, സൂയസ് കനാൽ മുറിച്ച് ആ വഴി അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽ കഴിഞ്ഞ് അദ്ദേഹം യൂറോപ്പിലേക്ക് പോകുന്ന തൻ്റെ ഒരു യാത്രയുടെ കഥ വിശുദ്ധ ഖുർആനിൻ്റെ വ്യാഖ്യാനം എഴുതിയ സയ്യിദ് ഖുതുബ് പറയുന്നുണ്ട്. അവരെ ഒരു 10-20 ഈജിപ്ഷ്യൻ ചെറുപ്പക്കാരോടുകൂടെയാണ് സയ്യിദ് ഖുതുബ് ഈജിപ്തിൽ നിന്ന് പോകുന്നത്. കപ്പലിലാണ് യാത്ര. അപ്പോൾ ചെക്ലോസ്ലോവാക്യരായ
ചെക്ക് റിപ്പബ്ലിക്കിലെ പൗരന്മാർ, ഒരു സംഘം ആളുകൾ ആ കപ്പലിലുണ്ട്. അവരും അടക്കം ഈ മുസ്ലിം ചെറുപ്പക്കാർ, അറബികൾ, ഈജിപ്തുകാർ, മിസ്രികൾ, അവരും ഒരുമിച്ച് കപ്പലിൽ ഒരു വെള്ളിയാഴ്ച ദിവസത്തെ യാത്രയാണ്. അന്ന് അവരാ കപ്പലിൽ ജുമുഅ നിസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ മസ്അലകൾ എന്താണെന്നതല്ല ഞാൻ പറയുന്നത്. സയ്യിദ് ഖുതുബതിൽ ഇമാമു നിന്നു, സബ്ബിഹിസ്മ റബ്ബിക്കൽ അലയും ഹൽ അതാക ഹദീസുൽ ഗാഷിയ, ഈ 2 സൂറത്തുകളും 2 റക്അത്തിലായി നിസ്കരിച്ചു. പിന്നിൽ ചെറുപ്പക്കാരായ ഒരു സംഘം ആളുകൾ, അവരുടെ മറ്റു മുസ്ലിമീങ്ങളായ ആളുകളും ഈജിപ്തുകാരും അടക്കം ഒരു സംഘം ആളുകൾ അവിടെ ജുമുഅ നിസ്കരിച്ചു. സയ്യിദ് ഖുതുബിൻ്റെ ഖുർആനിൻ്റെ പാരായണം കേട്ടിട്ട് ചെക്കോസ്ലോവാക്യക്കാരിയായ ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞു. അവൾക്ക് അറബി അറിയില്ല, പൊട്ടിക്കരഞ്ഞു. ഹൽ അതാക ഹദീസുൽ ഗാഷിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ഖാ മിൻ ഐനിൻ ആനിയ. നരകത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട് അവിടെ, സ്വർഗത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഹൽ അതാക ഹദീസുൽ ഗാഷിയ. ഈ വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അറബ് ഭാഷ അറിയാത്ത ചെക്കോസ്ലോവാക്യക്കാരിയായ ഈ പെണ്ണ്, ചെക്ക് റിപ്പബ്ലിക്കുകാരിയായ യുവതി പൊട്ടിക്കരഞ്ഞപ്പോ ഗൈഡിനോട് ചോദിച്ചു, ഇദ്ദേഹം നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം, എന്തിനാണ് ഇവർ കരയുന്നത്? പറഞ്ഞു, നിങ്ങളുടെ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അവരുടെ മനസ്സിന് എന്തെന്നില്ലാത്തൊരു കുലുക്കം, എന്തെന്നില്ലാത്തൊരു പെടക്കൽ, എന്തോ ഒരു അത്ഭുതം സംഭവിച്ചു എന്നവർ പറയുന്നു. വിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടപ്പോ അറബി അറിയാത്ത ഒരാൾ വിശുദ്ധ ഖുർആനിലേക്ക് ശ്രദ്ധിച്ചാൽ അത് റബ്ബിന്റെ വചനമാണ്, മനുഷ്യനെ കൊണ്ടുണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മൾ എത്ര അറബി പഠിച്ചിട്ടും കാര്യമില്ല. ഖുർആനിനോളം എത്താൻ ഒരു മനുഷ്യനോ ജിന്നിനോ സാധ്യമല്ല. ഖുൽ ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിൻ, മനുഷ്യരും ജിന്നുകളുമെല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്നിട്ട് ഈ ഖുർആൻ പോലത്തെ ഒരു ഗ്രന്ഥമുണ്ടാക്കാൻ അവരെങ്ങാനും പരിശ്രമിച്ചാൽ അതിന് സമാനമായത് കൊണ്ടുവരാൻ മനുഷ്യരെ കൊണ്ടും ജിന്നുകളെ കൊണ്ടും സാധ്യമേ അല്ല എന്ന് വിശുദ്ധ ഖുർആൻ തീർത്തു പറയുന്ന അള്ളാഹുവിന്റെ ഈ കിതാബ് നമ്മളൊന്ന് കേൾക്കണം. അമുസ്ലിമീങ്ങളായ ആളുകൾ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് പ്രകമ്പനം കൊള്ളുന്നുണ്ട്, അത്ഭുതം തോന്നുന്നുണ്ട്, മാറ്റങ്ങൾ വരുന്നുണ്ട് അവർക്ക്. നമ്മളും വിശുദ്ധ ഖുർആൻ ഒന്ന് കേൾക്കുക, നമ്മൾ ഓതുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വഭാവമുണ്ടായിരുന്നു, രാത്രികാലങ്ങളിൽ നബി തങ്ങൾ ഇങ്ങനെ നടക്കും വീടുകൾക്കിടയിലൂടെ. എന്തിനാണെന്നറിയോ? ആരെങ്കിലും ഖുർആൻ ഓതുന്നുണ്ടോ അവരുടെ ഖുർആനിന്റെ പാരായണം കേൾക്കാൻ. അന്നത്തെ വീടുകൾ അങ്ങനെയാണ്. ഇന്ന് നടന്ന നല്ല ഹിന്ദി സീരിയലിന്റെ സൗണ്ട് കേൾക്കാം അല്ലേ, മുസ്ലിം വീടുകൾക്ക് ചുറ്റും. ഇടയിലൂടെ നടന്നുപോയാൽ സിനിമ, കോമഡി പരിപാടികൾ, റിയാലിറ്റി ഷോകൾ. അസ്തഗ്ഫിറുല്ലാഹൽ അസീം. സമയത്തിന്റെ വില അറിയാത്തവരാണത് ചെയ്യുന്നത്. അത്രയും ഞാൻ പറയൂ, സമയത്തിന്റെ വില അറിയാത്തവർ. മനുഷ്യനിവിടെ പലതും ചെയ്യാനുണ്ട്, ഒരുപാട് നന്മ ചെയ്തു തീർക്കാനുണ്ട്, ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ട് എന്ന് ബോധ്യമുള്ള ഒരാൾക്ക് സമയം ഇങ്ങനെ ടെലിവിഷന്റെ മുമ്പിൽ കൊല്ലാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് അന്നത്തെ വീടുകൾക്കിടയിലൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നത്. ആരൊക്കെയാണ് ഖുർആൻ ഓതുന്നത്, ഏതൊക്കെ സൂറകളാണ് ഓതുന്നത് എന്ന് കേൾക്കാൻ. അങ്ങനെ ഒരു വീടിന്റെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു പ്രായമായ ഉമ്മ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു ഉമ്മ ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാഷിയ വജൂഹു യൗമഇദിൻ ഖാശിഅ. അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുമ്പോൾ ഫസ്തമഅ മറതൻ മിനൽ മറാത്തി മിൻ വറാഇൽ ബാബ്, വീടിന്റെ വാതിലിന്റെ മുമ്പിൽ. അന്നത്തെ വീടുകൾ അങ്ങനെയാണ്, വഴിയിലേക്കാണ് തുറക്കുക. വഴിവക്കിലുള്ള പഴയകാല വീടുകളൊക്കെ നമ്മൾ സങ്കല്പിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. വാതിൽ അന്ന് മുറ്റങ്ങളില്ലല്ലോ, തുറക്കുന്നത് റോഡിലേക്ക്. ആ വാതിലിന്റെ അരികത്ത് മുത്തനബി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ പ്രായമായൊരു വല്യുമ്മ ഖുർആൻ ഓതുന്നത് കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പ്രായമുള്ള ആളുകൾ ടിവിന്റെ മുമ്പിൽ ഇരിക്കുകയാണ്. എനിക്ക് അതിലാണ് പേടി. സമയം കഴിഞ്ഞ് അസർ കഴിഞ്ഞ് മഗ്രിബ് ആവാനായി, എന്നിട്ടും ടിവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. ഏത് ആയുസ്സിലാണ് ഞാൻ പറയുന്നത്? ആയുസ് അസർ കഴിഞ്ഞ് മഗ്രിബ് ആയിട്ടുണ്ട്.
എന്നിട്ടും സീരിയലും സിനിമാ നടന്മാരുടെ കഥകൾ. ഞാൻ പറയട്ടെ, വീട്ടിലെ വാപ്പ മകൻ്റെ മകളെ കയറി പിടിച്ചു എന്ന് പറയുന്നത്, വാപ്പ മകളെ കയറി പിടിച്ചു, വീട്ടിൽ വരുന്ന ജോലിക്കുന്ന പെണ്ണിനുമായി ഭർത്താവിന് അവിഹിത ബന്ധമുണ്ടോ, ഇതൊക്കെ ഏത് ഭർത്താക്കന്മാരെന്ന് പറയുന്നത് സിനിമ കാണുന്ന ആളുകളാണ്. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞേരി, സിനിമയോ സീരിയലോ ഇതിലുള്ള നൃത്തരംഗങ്ങളും സിനിമ അതിൻ്റെ അഭിനയങ്ങളുമൊക്കെ മനുഷ്യനെ വ്യഭിചാരത്തിനാണ് പ്രേരിപ്പിക്കുന്നത്. അങ്ങനത്തെ വാപ്പമാരായി കയറി പിടിക്കുന്ന പരിപാടി ചെയ്യുന്നത്. സ്വന്തം ഭർത്താവിൻ്റെ ഉപ്പ വീട്ടിലുള്ളത് കൊണ്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഫാമിലി ഞാൻ കേട്ടിട്ടുണ്ട്. സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി താമസിക്കാം. ഭർത്താവിൻ്റെ വീട്ടിലെ ഭർത്താവിൻ്റെ ഉപ്പാക്ക് മാനസിക രോഗമാണ് എന്ന് അവർ പറയാറ്. അപ്പോൾ എന്താ ഈ മാനസിക രോഗം എന്ന് ആലോചിച്ചപ്പോഴാണ് അവരാ കുടുംബം വിഷയം പറഞ്ഞത്. സ്വന്തം മകൻ്റെ ഭാര്യയെ വാപ്പ കണ്ണുവെച്ച് നടക്കാൻ. ഇതെങ്ങനത്തെ വാപ്പയെന്നറിയോ? ഈ റിമോട്ട് പിടിച്ച് നടക്കുന്ന വാപ്പമാർ. ആ സ്വഭാവമുള്ളവർക്കിത് വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വിഭാഗം ആളുകളെ അല്ലാഹു നാളെ വെറുക്കുമെന്നും ലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ, കാരുണ്യത്തിന്റെ നോട്ടം അല്ലാഹു നോക്കുകയില്ല അവരിലേക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അതിൽ ഒന്നെന്നറിയോ? ഷൈഖുൻ സാനിൻ, പ്രായം ഒരുപാടായിട്ടും വ്യഭിചാരം ചിന്തിച്ച് നടക്കുന്ന മനുഷ്യൻ. പ്രായം ഒരുപാടായിട്ടുണ്ട്, എന്നാലും വ്യഭിചാരമാണ് ചിന്തിക്കുന്നത്. മആദല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ നമ്മുടെ നാടുകളിൽ വന്നില്ലേ? ഷൈഖുൻ സാനിൻ ആയിലുൻ മുസ്തക്ബിർ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഷൈഖുൻ സാനിൻ. അതുകൊണ്ട് പ്രായമായ ആളുകൾ, റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾ, അങ്ങനെ ഞാൻ പറയും, റിട്ടയർമെന്റ് പ്രവാസികളായി നടന്ന എക്സ് പ്രവാസികളുണ്ടല്ലോ, പ്രവാസലോകം നിർത്തി ഇനി വിസ പുതുക്കി തരൂല എന്ന് പറയുമ്പോഴേ പോരെ അവിടുന്ന്. അതുവരെ എങ്ങനെയും പിടിച്ചേക്കും. ഇനി ഒരു നിലക്കും എമിഗ്രേഷൻ പാസ്സാക്കി തരില്ല എന്ന് കണ്ടാൽ പിന്നെ യാത്രയപ്പൊക്കെ വാങ്ങി വരിക, എന്നാലൊരു വിസിറ്റ് വരാൻ പറ്റും, പിന്നെ നോക്കും. അങ്ങനെയാണ് പ്രവാസ ലോകത്തിൻ്റെ കഥ. ഈ എക്സ് പ്രവാസികളിൽ വലിയൊരു വിഭാഗം വളരെ വേദനയോടെ പറയാണ്, നാട്ടിൽ വന്നാൽ ചെയ്യുന്ന പ്രധാന പരിപാടി നല്ലൊരു സ്ക്രീനും വാങ്ങിച്ചിട്ട് അതിന് മുമ്പിൽ എത്തിക്കാഫിരിക്കുക തന്നെയാണ്, റിമോട്ടും പിടിച്ചിട്ട്. ഇവരിലൊക്കെ ഞാനീ പറയുന്ന ഈ അപകടങ്ങൾ വരില്ല എന്നാര് കണ്ടു? നമ്മൾ കാണുന്നത് അതല്ലേ, നമ്മളെ ചിന്തിപ്പിക്കുന്നത് അതാണ്. ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കൂടി അഭിനയത്തിലൂടെ കാണിക്കുന്നത് എന്താണ്? പരപുരുഷ ബന്ധം, പരസ്ത്രീ ബന്ധം, മറ്റുള്ള അവളെ സ്നേഹിക്കുക, അവളെ കൊണ്ടു നടക്കുക, ഇവൻ്റെ കൂടെ ഓടിപ്പോ. ഇതല്ലേ പഠിപ്പിക്കുന്നത്? വേറെ എന്താ പഠിപ്പിക്കുന്നത്? വല്ല നന്മയും കിട്ടുന്നതുണ്ടോ? എത്രയാ നന്മ കിട്ടുന്നത്? നമ്മൾ എങ്ങനെയൊക്കെ ന്യായീകരിച്ചാലും. ഇപ്പോൾ മലയാള സിനിമ കഴിഞ്ഞ് ഹിന്ദി സിനിമയിലേക്ക് ചൂട് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടത്, കേരളീയ മലയാളി മംഗന്മാരൊക്കെ. അള്ളാഹു കാക്കട്ടെ. ഇതിലും വലിയ ഫിത്തന അവിടെ കിടക്കണത്. ഇത് ഫിത്തനയാണെങ്കിൽ ഡബിൾ ഫിത്തനയാണത്. ഇത്രയും വൾഗറായ, വളരെ മോശമായ, വളരെ ബിസാർ, ഒരു നിലക്കും നമുക്ക് ചിന്തിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടാത്ത വളരെ മൃഗീയമായ സംസ്കാരം മനുഷ്യനിൽ കൊണ്ടു നടക്കുന്ന സിനിമകളാണ് ഹിന്ദി സിനിമകളൊക്കെ. വേഷവിധാനങ്ങളടക്കം തോന്നിവാസം പച്ചയിൽ ഈ സമൂഹത്തെ പഠിപ്പിക്കുക. നമ്മളത് കാശ് കൊടുത്തിട്ട് സ്ക്രീനും വാങ്ങിച്ച് എയർപോർട്ടിലൊക്കെ കാണാം. ചെറുപ്പക്കാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ വലിയ വലിയ LCD സ്ക്രീനുകൾ, എന്നിട്ട് അവിടെ ടാക്സ് കൊടുത്ത് വാർക്കുകയും, ഇത് എനിക്ക് അറബി വെറുതെ തന്നതാണ്, ഇത് അങ്ങനെ കിട്ടിയതാണ്, ഇതിന് എന്തിനേ കൊണ്ട്, എന്താ ഇതിൽ കാണാനുള്ളത്? ഇത് വെച്ചിട്ട് കാണാനുള്ള സാധനം എന്താണ്? നമ്മുടെ ചാനലുകളല്ലേ ഉള്ളൂ. ഇത് വെച്ചിട്ട് കാണാനുള്ള നന്മ ഏതാണ്? ഞാൻ അതാണ് ചോദിക്കുന്നത്. ഏത് സ്ക്രീൻ, അത് ഏത് കമ്പനിയുടെ, ഏത് ബ്രാൻഡ് ആവട്ടെ, എത്ര ഇഞ്ച് വലുപ്പമുള്ളതാവട്ടെ, ഇത് കണക്ട് ചെയ്താൽ കിട്ടുന്ന സംസ്കാരം എന്താണ്? അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വീടുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ ഓതുന്നത് നബി തങ്ങൾ കേൾക്കുന്നു. പ്രായമായ ഉമ്മ ഓതുകയാണ്, ഹൽ അതാക ഹദീസുൽ ഗാശിയ. നബിയേ, എല്ലാം പൊതിഞ്ഞു കളയുന്ന, എല്ലാം മൂടിക്കളയുന്ന, സർവമാന മനുഷ്യരും അന്താളിച്ചു പോകുന്ന ഖിയാമത്തിന്റെ വിവരം അങ്ങേക്ക് വന്നോ നബിയേ? അങ്ങ് അറിഞ്ഞിട്ടുണ്ടോ? മനുഷ്യനോടാണ് അല്ലാഹുവിന്റെ ചോദ്യം, ഹബീബിനോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന. എന്നാൽ അത് നിബിതങ്ങളോടാണ്, സർവ്വ മനുഷ്യരോടാണ് അല്ലാഹുവിന്റെ അഭിസംബോധന. ഹൽ അതാക ഹദീസുൽ ഗാശിയ.
എല്ലാം തകർത്ത് കളയുന്ന, എല്ലാം മൂടിക്കളയുന്ന, ഒരു നിലക്കും ഒരു മനുഷ്യന് ഒരെത്തും പിടിയും കിട്ടാത്ത വിധം മനുഷ്യൻ അന്ധാളിച്ചു പോകുന്ന നാളെ പരലോകത്തിന്റെ വിചാരണയുടെ കഥ നബിയെ, ഖിയാമത്ത് നടക്കുന്നതങ്ങ് അറിഞ്ഞില്ലയോ മനുഷ്യ, നീ അറിഞ്ഞില്ലയോ എന്ന് അള്ളാഹു ചോദിക്കുന്ന ആയത്താണത്. ഹൽ അതാക ഹദീസുൽ ഗാശിയ. അതൊക്കെ ഓതുമ്പോഴേ ആ ഒരു ഉന്മേഷത്തില് ഉസ്താദന്മാർ ഓതും വേണം. ജുമുഅക്കൊക്കെ ഉറങ്ങിങ്ങാണ്ട് ഓതനാണ് ഹൽ അതാക ഹദീസുൽ ഗാശിയ. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? അർത്ഥമറിഞ്ഞിട്ട് നമ്മൾ ഓതണം. എത്ര ഗൗരവമുള്ള ആശയമാണതിൽ, എത്ര ഗൗരവമുള്ള ഖനപ്പെട്ട വിവരമാണതിൽ കിടക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഖുർആൻ ഓതണമെന്ന റത്തിലുൽ ഖുർആന തർത്തീല. ഫഇൻ സയ്യിനു ബിഅസ്വാതികും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഖുർആൻ ഓതാൻ നന്നാക്കിയെടുക്കണം. ഫഇന്ന സൗതൽ ഹസൻ യസീദുൽ ഖുർആന ഹുസ്ന, നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുമ്പോൾ ഖുർആനിനൊരു മധുരിമ വർദ്ധിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സബ്ബിഹിസ്മ റബ്ബിക്കൽ ആലി ഹൽ അതാക ഹദീസുൽ ഗാശിയ, ഇവിടുത്തെ പള്ളീൻ്റെ കഥയല്ല ഞാൻ പറയണം. മൊത്തത്തിൽ ജുമുഅക്കൊക്കെ കൂടുമ്പോഴേ ഒരു ആർക്കോ വേണ്ടി ഇങ്ങനെ ഒരു മടി പിടിച്ച് ഓതുന്ന പോലെ ഒരു ഓത്ത്, അതൊക്കെ എത്ര മനോഹരമായി ഓതാൻ പറ്റും. ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ. നബിയെ, ഖിയാമത്തിന്റെ വിവരം എന്താണെന്ന് നിങ്ങൾക്ക് വന്നോ അറിഞ്ഞോ നബിയെ? അങ്ങ് മനസ്സിലാക്കിയോ? ഹൽ അതാക ഹദീസുൽ ഗാശിയ വുജൂഹുൻ യൗമഇദിൻ ഖാശിഅ. അന്ന് ചിരിക്കുന്ന മുഖങ്ങൾ കാണാൻ കഴിയില്ല. അന്ന് എല്ലാവരുടെയും, ആണിന്റെയും പെണ്ണിന്റെയും മുഖം പേടിച്ചരണ്ട മുഖമാണ്. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കാത്തതിന്റെ പേരിൽ തസ്ലാ നാറൻ ഹാമിയ, കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ് അവർ പോകുന്നത്. ഒരുപാട് അധ്വാനിച്ചു, വലിയ വലിയ പ്രവർത്തനങ്ങൾ ലോകത്ത് കാഴ്ചവെച്ചവരെ ഏകനായ സ്രഷ്ടാവിൽ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അവരുടെ സർവമാന നന്മകളും നശിച്ചു പോകുന്നു. ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ ആയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഓതിയ ഒരു രംഗമുണ്ട്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് ഉമർ എന്നവർ പോകുമ്പോൾ ഒരു മലയുടെ അരികത്തുകൂടെ പോകുമ്പോൾ ഒരു വലിയ ഗുഹ കണ്ടു. ആളുകൾ പറഞ്ഞു, ഉമർ എന്നവരെ അറിയോ, ഇതൊരു വലിയ പുരോഹിതന്റെ ഗുഹയാണ്. ജൂതനായ പുരോഹിതൻ, അയാൾ ആ പാറക്കുള്ളിലാണ് താമസിക്കുന്നത്. ചൂടും വെയിലും തണുപ്പും പ്രശ്നമല്ലാതെ ആ പാറക്കുള്ളിൽ കഴിയുന്ന പുരോഹിതന്റെ കഥ അറിയോ? ഉമർ തങ്ങൾ ചോദിച്ചു, അദ്ദേഹം അവിടെ ഉണ്ടോ? ഉണ്ട്. ഉമർ തങ്ങൾ മലയുടെ താഴെ നിന്ന് ഒരൊറ്റ വിളി മേലോട്ട്, യാ റാഹിബ്, ഏ പുരോഹിത. അദ്ദേഹം ആരായി വിളിക്കണത്? പുറത്തേക്ക് തലട്ട് നോക്കി. ഉമർ തങ്ങളുടെ കരഞ്ഞു. കരഞ്ഞിട്ട് ഉമർ തങ്ങൾ ഓതുകയാണ്, ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഒരുപാട് അധ്വാനിച്ചു. ആമിലത്തുൻ നാസിബ, ഒരുപാട് അധ്വാനിച്ച് ക്ഷീണിച്ചു. ഈ മനുഷ്യൻ തളർന്നിട്ടുണ്ട്. അവിടെ എത്ര വലിയ അധ്വാനമാണ്. ഒരു മലയുടെ മുകളിൽ, നമ്മുടെ നാട്ടിലെ മലയല്ല, സൗദി അറേബ്യയിലെ മലകളൊക്കെ പോയി ഉംറക്ക് പോയവർ കണ്ടിട്ടുണ്ടാവും. ഉണങ്ങിയ പർവ്വതങ്ങളാണ്, പാറകളാണ്. അതൊക്കെ ചൂട് പിടിച്ച എന്താണ് അതിൻ്റെയൊക്കെ ചൂട്. ആ പാറക്കുള്ളിലാണ് ഈ മനുഷ്യൻ മോക്ഷം വിചാരിച്ച് നിൽക്കുന്നത്. പരലോകം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ റിസാലത്ത് ഇവിടെയുണ്ട്, ഖുർആനുണ്ട്. അതൊന്നും വിശ്വസിക്കാത്തൊരു മനുഷ്യൻ എത്ര അധ്വാനിച്ചു അല്ലേ? ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. ഈ അധ്വാനമൊക്കെ കഴിഞ്ഞിട്ട് നരകത്തിലേക്ക് നാളെ പോവുകയും. ഇത് പറഞ്ഞങ്ങ് പൊട്ടിക്കരഞ്ഞു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ സൂറത്താണ് നമ്മൾ ഓരോ വെള്ളിയാഴ്ചയും കേൾക്കുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ടോ ഈ സൂറത്തിന്റെ അർത്ഥം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂറത്തുൽ ഗാശിയ ഓതുന്ന ഉമ്മയുടെ പാരായണം രാത്രി സമയത്താണ് കേൾക്കുന്നത്. ആ ഉമ്മ ഇങ്ങനെ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസുൽ ഗാശിയ. മുത്തുനബി തങ്ങൾ അവിടെ നിന്നു പറഞ്ഞു, നഅം അതാനി നഅം അതാനി നഅം അതാനി. അതേ, ഖിയാമത്തിന്റെ വിവരം നിങ്ങൾക്ക് വന്നോ എന്ന ചോദ്യത്തിന് നബി മറുപടി പറയാൻ, നഅം ഖദ അതാനി. അതേ, ആ വിവരം എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ അതിന്റെ ഒരുക്കത്തിലാണ്, ഞാൻ അതിനെ കുറിച്ചുള്ള പേടിയിലാണ്. നഅം അതാനി എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ആയത്തുകൾ പോലും നബി തങ്ങൾക്ക് കേട്ടു നിൽക്കാൻ കഴിയാതെ
കരഞ്ഞുകൊണ്ട് ആ വീടിന്റെ വാതിൽക്കൽ നിന്ന് നബി തങ്ങൾ നടന്നു പോയത് പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ചോദിക്കുന്നത്, നിങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ആ ബന്ധം നല്ലതോ? അള്ളാഹുവിന് വേണ്ടി നമ്മൾ എത്ര നേരം കൊടുക്കുന്നുണ്ട്? അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ ഈ വിശുദ്ധ ഖുർആൻ ഖൽബിലേക്ക് കൊണ്ടപ്പോഴാണ് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയത്. ആ യുവജനങ്ങൾ അങ്ങ് മാറിപ്പോയില്ലേ? ചിന്താഗതികൾ മാറി, അവരുടെ ചിന്തകൾ മാറി. അന്ന് യുദ്ധം നടക്കുന്ന കാലമാണ്, നമ്മൾ അറിയണം. ഇസ്ലാമിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്ന കാലം. ഒന്നുമല്ല, ഒരുപാട് ദൈവങ്ങളെ വേണ്ട, ഒരേ ഒരുവനാണ്, അല്ലാഹു അഹദാണ്, ഒരുവനാണ്. ഇത് പറഞ്ഞതിന്റെ പേരിൽ യുദ്ധങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട്. നബി തങ്ങൾക്ക് ശത്രുക്കളെ, പരാക്രമങ്ങളെ പ്രതിരോധിക്കേണ്ടി വന്നിട്ടുണ്ട്. നബി തങ്ങൾ യുദ്ധം ചെയ്യാൻ പോയതല്ല, യുദ്ധം ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വന്നപ്പോ അതിനെ പ്രതിരോധിക്കാനാ ഹബീബായ നബി തങ്ങൾ പോയത്. ബദർ അതാൻ, ഉഹദ് അതാൻ, ഖന്തഖ് അതാൻ, ഹുനൈൻ അതാൻ, അവസാന തബൂഖും അതാൻ. നബി തങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നതിനെ പ്രതിരോധിക്കാൻ ആരാണ് ഹബീബിന് വേണ്ടി യുദ്ധക്കളങ്ങളിൽ ഇറങ്ങിയതെന്നറിയുമോ? ചെറുപ്പക്കാരായ ആളുകൾ. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി വീണപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു, അവരാണ് ജാബിർ എന്നവരുടെ ഉപ്പ. ജാബിർ എന്നവരെ സ്വഹാബിയാണ്, ഉപ്പയും സ്വഹാബിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് എനിക്ക് പോകണം നബിയേ, എനിക്ക് പോകണം. اللهم خذ من دمي هذا اليوم حتى ترضى. ശത്രുക്കളിതാ വന്നിരിക്കുന്നു നിന്റെ പ്രവാചകനെ കൊല ചെയ്യാൻ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളെ തുടച്ചു നീക്കാൻ. അതുകൊണ്ട് അല്ലാഹുവേ, ഞാൻ അവർക്ക് എന്റെ ചോര കൊടുക്കുകയാണ്. അതുകൊണ്ട് ഖുദ് മിൻ ജമീ ഹാദൽ യൗമ ഹത്താ തർളാ, നിനക്ക് ഇഷ്ടമാകുന്നത് വരെ അല്ലാഹുവേ നിനക്കെന്റെ രക്തം എടുക്കാമെന്ന് അല്ലാഹുവിനോട് പറഞ്ഞ് കഫംപുട ധരിച്ചുപോയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ഹറാം അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബി അവിടെ മുറിവുകളായി കിടക്കുമ്പോ മഹാനായ ജാബിർ എന്നവർ വന്നു. ഉപ്പയുടെ ശരീരം ശത്രുക്കളെ വെട്ടിമുറിച്ചിട്ടുണ്ട്, ശരീരം അംഗച്ഛേദം വരുത്തിയിട്ടുണ്ട്. സ്വഹാബിമാര് പറഞ്ഞു, ജാബിറേ പോവണ്ട, ഉപ്പയുടെ കോലം കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് മോനെ ഉപ്പയെ കാണണ്ട, ഉപ്പ ഷഹീദാണ് മോനെ, ഉപ്പയെ നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാം, മോൻ പോവല്ലേ. എല്ലാവരും തടഞ്ഞു വെച്ചു ജാബിർ എന്നവരെ. അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി പറയുകയാണ് ജാബിർ എന്നവർ, ഫഇന്ന റസൂലല്ലാഹി ലം യംനഅനി, അല്ലാഹുവിന്റെ റസൂൽ എന്നെ തടഞ്ഞു വെച്ചില്ല, എന്നോട് വരാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കരഞ്ഞു ഉപ്പയെ കണ്ടപ്പോ, ഉപ്പ ഷഹീദായ രംഗം കണ്ടപ്പോ ഞാൻ വല്ലാതെ കരഞ്ഞു. ഇബ്കി ഔലാ തബ്കി, ജാബിറേ നീ കരയണമെങ്കിൽ കരഞ്ഞോ, കരയണ്ടെങ്കിൽ കരയണ്ട. ഫഇന്നല്ലാഹ കല്ലമ ബാക കഫാഹ, നിന്റെ ഉപ്പയോട് അല്ലാഹു നേർക്കുനേരെ സംസാരിച്ചു കഴിഞ്ഞു ജാബിറേ. എന്തൊരു ഭാഗ്യം, എന്തൊരു ഭാഗ്യം. ഇബ്കി ഔലാ തബ്കി, ജാബിറേ നിങ്ങൾ കരഞ്ഞോ അല്ലെങ്കിൽ കരയണ്ട, രണ്ടും പ്രശ്നമല്ല. നിന്റെ ഉപ്പാക്ക് വലിയൊരു നന്മ ലഭിച്ചു ജാബിറേ. ഇന്നല്ലാഹ കല്ലമ ബാക കഫാഹ, അല്ലാഹു ഒറ്റക്ക് നിന്റെ ഉപ്പയോട് നേരിട്ട് അല്ലാഹു സംസാരിച്ചു കഴിഞ്ഞു ജാബിറേ. നിന്റെ ഉപ്പയുടെ മയ്യിത്ത് ഷഹീദായി കിടക്കുന്ന ഉപ്പാക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ വലം തസലിൽ മലായികതു തുദില്ലു അബാക്, നിന്റെ ഉപ്പാക്ക് വേണ്ടി മലക്കുകൾ ചിറക് വിരിച്ചിട്ട് അവിടെ തണൽ വിരിക്കുകയാണ്, ഉപ്പയുടെ മയ്യത്തിന് വേല് കൊള്ളാതിരിക്കാൻ. മയ്യത്തെടുത്തപ്പോഴാണ് മലക്കുകൾ അവിടുന്ന് വിട്ടുമാറിപ്പോയത്. ജാബിറേ, നിന്റെ ഉപ്പയോട് അല്ലാഹു ചോദിച്ചു, തമന്ന, ആഗ്രഹിക്ക്, എന്താഗ്രഹമാ ഉള്ളത് എന്നോട് പറ, ഞാൻ തരാം, എന്താ വേണ്ടത് ഞാൻ തരാം. ജാബിറേ, നിന്റെ ഉപ്പ അല്ലാഹുവിനോട് സംസാരിച്ചു. കല്ലമല്ലാഹു കഫാഹൻ, അല്ലാഹു നേർക്ക് നേരെ സംസാരിച്ച മഹാനായ ജാബിർ തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു അൽ അൻസാരി റളിയല്ലാഹു. അല്ലാഹുവേ, എൻ്റെ ആഗ്രഹം പറയല്ലേ, ഞാൻ എൻ്റെ ആഗ്രഹം പറഞ്ഞോട്ടെ. അല്ലാഹുവേ, അതമന്നാ അൻ ഉആദ ഇല ദുനിയാ ഫഉഖ്തല ഫീക സാനിയ, അല്ലാഹുവേ ഒന്നുകൂടെ എന്നെ ഈ ലോകത്തേക്ക്, ഭൂമിയിലേക്ക് എൻ്റെ റസൂലിന്റെ കൂടെ ഒന്നുകൂടെ നിനക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ എന്നെ പറഞ്ഞേക്കുമോ റബ്ബേ
എനിക്കൊരു ജന്മം കൂടെ തരുമോ, ഒരായുസ് കൂടെ തരുമോ ഭൂമി ലോകത്ത്? എന്തിനാണ്? നിന്റെ ഹബീബിന്റെ ശത്രുക്കളോട് പടപൊരുതി നിന്റെ ഹബീബിനെ സംരക്ഷിക്കാൻ, ഒന്നുകൂടെ മരണപ്പെടാൻ, ഒന്നുകൂടെ രക്തസാക്ഷിയാവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് അല്ലാഹുവിന്റെ മറുപടി വന്നു, ജാബിറേ ഇന്നി കതബതു അലാ നഫ്സി അന്നഹും ഇലൈഹാ ലാ യുർജഊൻ. ജാബിറേ, നിന്റെ ഉപ്പയോട് അല്ലാഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു അംറേ, ഞാൻ നിശ്ചയിച്ചു വെച്ചു കഴിഞ്ഞു, ഭൂമിയിലേക്ക് മരിച്ചുപോയ ഒരാളും രണ്ടാമത് തിരിച്ചയക്കപ്പെടില്ല. അതുകൊണ്ട് വേറെന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അന്നേരം ജാബിർ എന്നവരുടെ ഉപ്പ പറഞ്ഞു, അല്ലാഹുവേ ഇർള അന്നാ ഫഇന്നി ഖദ് റളീതു അൻക. അല്ലാഹുവേ, നീ എന്നെ ഇഷ്ടപ്പെടണം, എനിക്ക് നിന്നെ ഇഷ്ടമാണ് അല്ലാഹുവേ. നമുക്കതൊക്കെ പറയാൻ കഴിയും? അല്ലാഹുവേ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. ഇത് മനസ്സ് തൊട്ട് നമുക്കാർക്ക് പറയാൻ, എത്ര പേർക്ക് പറയാൻ പറ്റും? അല്ലാഹുവിൻ്റെ നിയമങ്ങൾ പറയുമ്പോൾ നമുക്ക് ഭാരമാണ്. കണ്ടുപിടിക്കാൻ പറ്റൂലല്ലേ? നമുക്ക് അള്ളാഹിനോട് ദേഷ്യം. വിഭജിക്കാൻ പറ്റൂലല്ലേ? അള്ളാഹിനോട് ദേഷ്യം. തോന്നിവാസം ചെയ്യാൻ പറ്റില്ലല്ലേ? മയക്കുമരുന്ന് പാടില്ലല്ലേ? നമുക്ക് അള്ളാഹിനോട് ദേഷ്യം, ദീനിനോട് ദേഷ്യം അല്ലേ? നമുക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയുമോ? ജാബിർ എന്നവരുടെ ഉപ്പ പറഞ്ഞു, അല്ലാഹുവേ, നീ എന്നെ ഇഷ്ടപ്പെടണം, ഫഇന്നി ഖദ് റളീതു അൻക, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. സ്വഹീഹായ ഹദീസാണിത്, സ്വഹീഹായ ഹദീസാണിത്. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹുവിൻ്റെ മറുപടി വന്നു, ഫഇന്നി ഖദ് അഹ്ലൽതു അലൈക റിളായി ഫലാ അസ്ഖതു അലൈക അബദാ. ജാബിറിന്റെ ഉപ്പ, എൻ്റെ സ്നേഹം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു, ഇനി ഒരിക്കലും നിങ്ങളോട് ഞാൻ ദേഷ്യപ്പെടുകയില്ല എന്ന് അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങിച്ചു ജാബിറേ നിന്റെ ഉപ്പ. അതുകൊണ്ട് കൈകാലുകൾ മുറിക്കപ്പെട്ടതിന് നീ എന്തിന് കരയണം? നിന്റെ ഉപ്പയുടെ ശരീരം കൊണ്ട് നീ എന്തിന് വേദനിക്കണം? ഇബ്കി ഔലാ തബ്കി, വേണമെങ്കിൽ കരഞ്ഞോ കരയാതിരുന്നോ ജാബിറേ, അതൊന്നും പ്രശ്നമല്ല. നിന്റെ ഉപ്പ കൊണ്ടുപോയി മഹാസമ്മാനം. ഇന്നല്ലാഹ കല്ലമക അബാക കഫാഹ. ഈ സംഭവം നടക്കുമ്പോൾ 20 വയസ്സാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്. വിശുദ്ധ ഖുർആൻ അകത്ത് കയറിയപ്പോൾ അള്ളാഹു നൽകിയ മഹത്വം, ഖുർആനിന്റെ ആളുകളായപ്പോൾ അള്ളാഹു പരലോക ജീവിതത്തിലേക്ക് അവർ ആനയിച്ചു കൊണ്ടുപോയത്. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിനാണ് നമ്മൾ ഒരുങ്ങുന്നതെന്നും 1000 തവണ എത്രയാണ് അല്ലാഹു നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് നമുക്കത് മനസ്സിലേക്ക് കയറാത്തത്? ഇവിടുത്തെ ഒരു ആനന്ദം, ശരീരത്തിന്റെ ഒരു ആഗ്രഹം, അത് മാത്രം നടത്തല്ലേ. ശരീരത്തിന്റെ ആഗ്രഹം ശമിപ്പിക്കാൻ നിന്നാൽ അല്ലാഹു നമ്മളെ പിടികൂടും. അവനെങ്ങാനും പിടികൂടിയാൽ ഒരാൾക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുകയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ 10 വയസ്സുള്ളൊരു ചെറുപ്പക്കാരനാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. 10 വയസ്സാണ് പ്രായം. നമ്മുടെ കൊച്ചുമക്കളിൽ വളണ്ടിയർമാരുണ്ട്, മദ്രസ വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു. ചെറിയ മക്കളുണ്ട് നമ്മുടെ വളണ്ടിയർമാർ. അവരൊക്കെ അല്ലാഹു നല്ല മക്കളാക്കി ഈ ഉമ്മത്തിന് ഖൈറായവരായി നല്ലൊരു യുവജനങ്ങളായി അല്ലാഹു വളർത്തിത്തരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിന്റെ മോനാണത്, അസ്മാ ബീവിയുടെ മോനാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോകുമ്പോൾ നബി തങ്ങൾ ഒളിച്ചിരുന്ന ഗാർ സൗർ എന്ന് പറയുന്ന ഗുഹയിലേക്ക് നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കാൻ 3 ദിവസം നടന്ന പൂർണ്ണ ഗർഭിണിയായിരുന്നു വന്ന അസ്മാ റളിയല്ലാഹു അൻഹ. അന്ന് ഗർഭത്തിലിരുന്ന കുഞ്ഞാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. ആ കുട്ടിയെ പ്രസവിക്കുന്നത് ഹിജ്റയോടുകൂടെയാണ്. ഹിജ്റയോടുകൂടെ ജനിച്ച് നബി തങ്ങളോടൊപ്പം 10 കൊല്ലം മദീനയിൽ വളർന്ന മോനാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നൊരിക്കൽ ഹിജാമ ചെയ്തപ്പോൾ, ഹിജാമ ശരീരത്തിലെ ദുഷിച്ച രക്തം എടുത്തു കളയുന്ന സുന്നത്തായ ഒരു ട്രീറ്റ്മെന്റ്, കൂലി കിട്ടുന്ന ഒരു ട്രീറ്റ്മെന്റ് നമ്മുടെ നാടുകളിലൊക്കെ യഥേഷ്ടമായി തുടങ്ങി. അൽഹംദുലില്ലാഹ്, വളരെ ട്രഡീഷണൽ ട്രീറ്റ്മെന്റ് ആണ്, പാരമ്പര്യമായ ഒരു ചികിത്സയാണത്. ശരീരത്തിലെ മോശപ്പെട്ട രക്തം ഒഴിവാക്കിയെടുക്കുന്ന, രക്തം
കുത്തിയെടുക്കുന്ന ആ ഒരു രീതി ഹിജാമ എന്ന് നിബിധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹിജാമ അത് സുന്നത്താണെന്ന് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ ഹബീബ് എന്ന് ഹിജാമ ചെയ്തപ്പോൾ അബ്ദുല്ലാഹിബ്നു സുബൈർ അവിടെയുണ്ട്. ഇബ്നു സുബൈറിനെ വിളിച്ചു നിബിധങ്ങൾ റളിയല്ലാഹു അൻഹു, ഇബ്നു സുബൈറേ, ഈ രക്തം ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി നിങ്ങൾ ഒഴിച്ചു കളയണം. സ്വഹീഹായ ഹദീസാണിത്, സ്വഹീഹായ ഹദീസ്. നിങ്ങൾ ഈ രക്തം ആരും കാണാത്തിടത്ത് കൊണ്ടുപോയി ഒഴിച്ചു കളയണം. ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അത് ഒഴിക്കാൻ വേണ്ടി പോയി. മദീനയുടെ ഒരു ഊടുവഴികളിലൂടെ പോകുമ്പോ ഒരു കപ്പിൽ ഹബീബായ നിബിധങ്ങളുടെ ആ പുണ്യമായ ശരീരത്തിൽ നിന്ന രക്തമാണത്. ഹബീബിന് ദുഷിച്ച രക്തമില്ലല്ലോ. ഹബീബിന്റെ എല്ലാ രക്തവും പുണ്യമല്ലയോ? അവിടുത്തെ ശരീരം പുണ്യമാണ്. അവിടുത്തെ തലമുടിയും ശരീരത്തിലെ രോമങ്ങളും പുണ്യമാണ്. അവിടുത്തെ വിയർപ്പിന് സുഗന്ധമായിരുന്നുവല്ലോ. ആ ചെറിയ മോന്, 10 വയസ്സുള്ള മോൻ, അന്ന് ആരാരും കാണാത്തൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ രക്തം കുടിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ റസൂൽ അതറിഞ്ഞു. നിബിധങ്ങൾ ആ മോൻ തിരിച്ചു വന്നപ്പോ ചോദിച്ചു, ഇബ്നു സുബൈറേ, എവിടെയാണ് നിങ്ങൾ ആ രക്തം കൊണ്ടുപോയി കളഞ്ഞത്? നബിയേ, ഞാൻ ആരും കാണാത്തിടത്തേക്ക് അത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഫളഹിക റസൂലുള്ളാഹ്, നിബിധങ്ങൾ അത് കേട്ടുകൊണ്ട് ചിരിച്ചു. നിബിധങ്ങൾക്കറിയാമത് ഈ മോൻ കുടിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിന്റെ ഹബീബ മോനോട് പറഞ്ഞു, മോനെ ഇബ്നു സുബൈറേ, വൈലുൽ ലക മിനന്നാസ് വവൈലുൽ ലിന്നാസി മിൻക ലാ തമസ്സകന്നാർ. ഇബ്നു സുബൈറേ, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടി വരും. ജനങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് പരീക്ഷണം നേരിടേണ്ടിയും വരും. എന്നാൽ ലാ തമസ്സകന്നാർ, നിങ്ങളുടെ ശരീരം നരകം തൊടുകയില്ല. നിങ്ങളുടെ ശരീരത്തിന് ഇനി നരകമില്ല. ഹബീബിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്, ആ രക്തമാണ് അകത്തായത്. അത് പുണ്യമാണ്. ശറഇന്റെ കാഴ്ചപ്പാടിൽ പുണ്യകരമായൊരു കാര്യമാണിത്. എന്നാൽ നിബിധങ്ങൾ എന്റെ രക്തം കുടിക്കണമെന്ന് ആരോടും പറഞ്ഞതല്ല. സ്വഹാബിമാർ ആ സ്നേഹം പ്രകടിപ്പിച്ചു. സ്വഹാബിമാരാ സ്നേഹം പ്രകടിപ്പിച്ചത് അങ്ങനെ. നിബിധങ്ങൾ അതിനെ ശരിവെച്ചു. നിബിധങ്ങൾ അതിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ആരുടെയും രക്തം കുടിക്കണമെന്നല്ലേ പറഞ്ഞത്. ഹബീബിന്റേത് സ്വഹാബിമാര് ചെയ്തിട്ടുണ്ട്. അത് നിബിധങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ അത് വ്യക്തമായി രേഖപ്പെട്ട് കിടക്കുന്നത് കാണാൻ കഴിയും. ദീനും അള്ളാഹുവിന്റെ റസൂലിനെയും ഇസ്ലാമിക പ്രമാണങ്ങളെയും മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരുപക്ഷെ ഏതെങ്കിലും മുസ്ലിമായ ഒരാൾ ഈ സംസാരം കേൾക്കും, ഒരുപക്ഷെ ഇസ്ലാമിനെ തന്നെ കളിയാക്കിന്ന് വരും. അതൊന്നും പ്രശ്നമില്ല. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. ഇത് മുത്തുനബിയാണ്, ഹബീബാണ്. ഹബീബിനെ മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ. നിബിധങ്ങൾ അതിന് കൊടുത്ത സമ്മാനമാണ് ലാ തമസ്സകന്നാർ, ലാ തമസ്സുകന്നാർ. നരകം നിങ്ങളെ തൊടില്ല. ഇബ്നു സുബൈറേ, വലിയ അത്ഭുതമായ സ്വഹാബിയാണിത്. രക്തസാക്ഷിയായ സ്വഹാബിയാണ്. മക്കയിൽ വെച്ച് ഷഹീദായ സ്വഹാബിയാണിത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, അസ്മാ ബീവിയുടെ പ്രിയപ്പെട്ട മോൻ. യുവജനങ്ങൾ ഹബീബിന്റെ മദ്രസയിൽ പഠിച്ചു. നബിയുടെ മദ്രസ നമ്മുടെ ഒരു കെട്ടിടമല്ല. ഹബീബിന്റെ മദ്രസ നബിയുടെ സംസ്കാരമാണ്. ഹബീബിന്റെ സ്വഭാവം. ഹബീബിന്റെ മജ്ലിസിൽ പോയിരുന്നപ്പോ അവർക്ക് കിട്ടിയതാണത്. അതുകൊണ്ട് ഖുർആൻ അകത്തേക്ക് ചെന്ന കൊച്ചുമക്കളിൽ പോലും ഹബീബായ നിബിധങ്ങളോട് അനുരാഗവും സ്നേഹവുമായി. യൗവനം വിട പറയും മുമ്പേ യുവാക്കളോട്, യുവതികളോട് നമ്മൾ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം, മുത്ത് നിബിധങ്ങളോടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയാണ്? ഹബീബിനോടുള്ള ബന്ധം എങ്ങനെയാണ്? റസൂലുള്ളാഹി തങ്ങളെ മനസ്സിലാക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിച്ചിട്ടുണ്ട്? നിബിധങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കേൾക്കാൻ നമ്മൾ എത്ര സമയം ചെലവഴിക്കാറുണ്ട്? നമ്മുടെ ഒരു ജീവിതത്തിൽ, ഒരു ദിവസത്തിൽ നമ്മൾ വായിക്കുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് ലൈനുകൾ, വരികൾ വായിച്ചെടുക്കാൻ എടുക്കുന്ന സമയങ്ങളിൽ എത്ര വരികൾ അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ നമ്മൾ എടുത്തിട്ടുണ്ട്? റബീഅത്ത് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു സംഘത്തോടുകൂടെ ഹബീബിനെ കാണാൻ വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊരു നിവേദക സംഘമാണ്. മുത്തുനിബിധങ്ങളെ കാണാൻ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് ആ വന്ന കൂട്ടത്തിൽ ഓരോരുത്തരും അവനവന്റെ ആവശ്യങ്ങൾ പറഞ്ഞു. ചിലർ പറഞ്ഞു, നബിയേ, ഭക്ഷണമില്ല, ഞങ്ങൾക്ക് ഭക്ഷണം വേണം. നബി തങ്ങൾ കൊടുത്തു അവർക്ക് ഭക്ഷണം. ചിലർ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് കാശില്ല, ജീവിക്കാൻ പൈസ വേണം, പൈസ കൊടുത്തു. ചിലർ പറഞ്ഞു, നബിയേ, ഞങ്ങൾക്ക് വസ്ത്രം വേണം, വസ്ത്രം കൊടുത്തു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ഹബീബിനെ സേവനം ചെയ്യാനായി നബി തങ്ങളുടെ ഖാദിമായി മാറിയിരിക്കുകയാണ് റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂലിനോട് കൂടെ വന്ന ഓരോരുത്തരും ഓരോന്ന് ചോദിച്ചു വാങ്ങിയപ്പോൾ
ഈ സ്വഹാബി ഒന്നും വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. നബി തങ്ങളെ വിളിച്ചു, നബിയേ അങ്ങ് എന്റെ കൂടെ ഒന്ന് വരണം, എനിക്കൊരു സ്വകാര്യം അങ്ങയോട് പറയാനുണ്ട്. തങ്ങൾ പറഞ്ഞു, എന്താണ് റബിയ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്? നബിയെ ഓരോരുത്തരും അങ്ങയോട് ചോദിച്ചല്ലോ. ഇതൊരു യുവാവാണ്, ഒരു ചെറുപ്പക്കാരനാണ്. മുത്തുനബി തങ്ങളെ കണ്ടുമുട്ടുന്ന രംഗമൊന്ന് മനസ്സിൽ ഓർത്തു നോക്കുക. ഓരോരുത്തരും ദുന്യവിയായ വിഷയങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ മഹാനായ റബിയ തങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ഹബീബിനോടൊരു ചോദ്യം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അങ്ങയോട്, എനിക്ക് അങ്ങ് വാങ്ങിച്ചു തരണം. അത് എന്താണ് വേണ്ടത് റബിയ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങയുടെ കൂടെ കടക്കണം നബിയേ. നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോൾ എനിക്ക് അങ്ങ് കൂട്ടുവേണം നബിയേ. സ്വർഗത്തിൽ കടന്നാൽ മാത്രം പോരാ, അങ്ങയുടെ കൂടെ അങ്ങയുടെ വീടിന്റെ അരികത്ത് എനിക്കൊരു വീട് വേണം നബിയേ. സാധ്യമാണോ നബിയേ? റബിയ, ഇതല്ലാതെ വേറെ എന്തെങ്കിലും അങ്ങേക്കിനി ചോദിക്കാനുണ്ടോ? വേറെ ഒന്നും വേണ്ട നബിയേ. ഭക്ഷണം വേണ്ട, വസ്ത്രം വേണ്ട, മറ്റൊന്നും വേണ്ട. എന്റെ കൂട്ടുകാർ ചോദിച്ചതൊന്നുമല്ല എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് നാളെ അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ കൂടെ ഇരിക്കണം. സ്വർഗം വേണമെന്ന് മാത്രമല്ല ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ ഹബീബിന്റെ കൂടെ ഇരിക്കണം. നമ്മൾ എത്ര പേർ മനസ്സുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നാളെ ഹബീബിനെ കാണണം, ഹബീബിനെ ഒന്ന് കൈ കൊടുക്കണം. ദുനിയാവിൽ നമ്മൾ കണ്ടിട്ടില്ല. മുത്തുനബി ഞങ്ങൾക്ക് കൈ കൊടുത്തൊന്ന് സലാം പറയണം, ഹബീബിനോടൊന്ന് സംസാരിക്കണം. നാളെ അതിനൊരു അവസരം വേണം, ഒരു അപ്പോയിന്റ്മെന്റ് വേണം. അത് ചോദിക്കേണ്ടത് അല്ലാഹുവിനോട്. മുത്തുനബി ഞങ്ങളെ നാളെ കാണണം, ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്തണം എന്ന് നമ്മൾ എത്ര പേർ? ചെറുപ്പക്കാരോടാണ് എൻ്റെ ചോദ്യം, ചെറുപ്പക്കാരോടാണ് ചോദ്യം. എത്രയോ കളിക്കാർ, ഫുട്ബോളിന്റെ താരങ്ങൾ, ലോക്കൽ ഇന്റർനാഷണൽ ടീമുകളിലുള്ള താരങ്ങൾ, അവരുടെയൊക്കെ പേര് മണിമണിയായി നമ്മുടെ മക്കൾക്ക് പറയാൻ കഴിയും. മാഞ്ചസ്റ്റർ സിറ്റിയും മറ്റു എന്തെല്ലാം വേൾഡ് ഫുട്ബോൾ ക്ലബ്ബുകളുണ്ടോ, ഇതൊക്കെ മണിമണിയായി പറയാൻ കഴിയുന്ന നമ്മുടെ മക്കളോടാണ് ചോദിക്കുന്നത്, യുവജനങ്ങളോട്. ക്ലബ്ബുകൾ നടത്തുന്നവരും ടൂർണമെന്റ് നടത്തുന്നവരും ഹലാലായ രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു നന്മയും തെറ്റാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ കൂട്ടത്തിൽ ഒരു ചോദ്യം, താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫുട്ബോൾ പ്ലെയറിന്റെ കൂടെ ഇന്നൊരു ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. താൻ ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടർ, ഒരു ആക്ട്രസ്, അല്ലെങ്കിൽ ഒരു സ്റ്റാർ, അവരുടെ കൂടെ ഇരുന്നൊരു സെൽഫി, ഇതൊക്കെ ആഗ്രഹിക്കുന്ന കൂട്ടത്തിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ നിൽക്കണം നാളെ എന്ന് എത്ര ചെറുപ്പക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട്, എത്ര ചെറുപ്പക്കാരികൾ ആഗ്രഹിച്ചിട്ടുണ്ട്. സുമുഖരായ ആളുകളെ കാണുമ്പോൾ പിന്നാലെ പ്രേമം പറഞ്ഞു പോകുന്ന പെൺകുട്ടികളോടാണ് ചോദ്യം. ലോകത്തെ സുന്ദരന്മാരിൽ ഏറ്റവും വലിയ സുന്ദരനാണ് യൂസുഫ് നബിയെക്കാളും വലിയ സൗന്ദര്യമുണ്ട് അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഹബീബിനെ ഒന്ന് കാണണം. ഹബീബിന്റെ പുഞ്ചിരി കഅന്നമാ യതഹദ്ദറുൽ ജുമാൻ, അത് മുത്തുമണികളാണ്. ഹബീബിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അങ്ങനെയാണ്. ഹബീബിന്റെ വായക്കൊരു വെളിച്ചമുണ്ടായിരുന്നു, ഹബീബിന്റെ നെറ്റിത്തടത്തിൽ ഒരു ശോഭയുണ്ടായിരുന്നു എന്ന് നബിയെ പറ്റി കേൾക്കുമ്പോ ആ നബിയെ കാണണം എന്ന് കൊതിയുള്ളവർ എത്ര പേരുണ്ട്? ഇത് നമ്മൾ ഉത്തരം പറയണം. യൗവനം കഴിയും മുമ്പേ, യൗവനം വഴിമാറും മുമ്പേ നമ്മൾ ഉത്തരം കാണണം. എന്റെ റസൂലിനോടുള്ള ബന്ധം എത്രയാണ്? ഇത് രണ്ടുമില്ലാതെ ഈമാൻ പൂർത്തിയാവില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇത് പറഞ്ഞാലാണോ മുസ്ലിമാവുന്നത്? അത് മാത്രം പോരല്ലോ, വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് റസൂലുള്ളാഹാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ദൂതരാണ്. ഇത് രണ്ടും പറഞ്ഞാലാ ഈമാൻ കിട്ടുന്നത്, ഇസ്ലാം കിട്ടുന്നത്. ആ ഹബീബിനോടുള്ള ബന്ധം എത്രയാണ്? റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, സ്വകാര്യമായി നബിയെ കൈപിടിച്ചു കൊണ്ടുപോയിട്ടാണ് പറഞ്ഞത്, നബിയെ ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? അങ്ങയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദിച്ചോളൂ റബീഅ ഇബ്നു കഅബിൽ അസ്ലമി തങ്ങൾ അത് കൊണ്ടുപോയി. മഹാനവറുകൾക്ക് അത് ലഭിച്ചു. നബി തങ്ങളോടാണ് പറഞ്ഞത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ ഇരിക്കണം നബിയേ. എന്തെങ്കിലും വേറെയുണ്ടോ? ഇല്ല നബിയെ, അത് തന്നെ, അത് മാത്രം മതി, എനിക്ക് വേറെ വേണ്ട. എന്നാൽ റബീഅ, നിങ്ങൾക്കത് ലഭിക്കും, നിങ്ങൾ സ്വർഗവാസിയാണ്. അഇന്നി അലാ ദാലിക മിൻ കസറത്തി സുജൂദ്,
ധാരാളം സുന്നത്ത് നിസ്കാരം മോനെ റബിയ നിങ്ങൾ വർദ്ധിപ്പിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ കൊണ്ടുപോകാം സ്വർഗത്തിലേക്ക്. എന്നാൽ നിന്റെ കൂടെ എനിക്ക് സഹായമായിട്ടൊരു കാര്യം കൂടെ ചെയ്യണം, സുന്നത്ത് നിസ്കാരങ്ങൾ നീ വർദ്ധിപ്പിക്കണേ മോനെ. തഹജ്ജുദ് വേണം, റവാത്തിബ് സുന്നത്തുകൾ വേണം, ദുഹ വേണം, വിത്ർ വേണം. എന്തെല്ലാം നിസ്കാരങ്ങൾ സുന്നത്തായി ചെയ്യാൻ കഴിയുമോ റക്അത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം. മസ്അലുക മുറാഫഖതക ഫിൽ ജന്നഹ്. നമ്മൾ എത്ര പേർ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, ഫർളങ്ങ് കഴിഞ്ഞു കിട്ടി നമ്മൾ രക്ഷപ്പെടുകയാണ്. സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? റവാത്തിബ് സുന്നത്തുകള്, മുത്തലഖ് സുന്നത്തുകള്, തതവ്വുആയ, മുസ്തഹബായ, മൻജൂബായ എത്രയെല്ലാം സുന്നത്ത് നിസ്കാരങ്ങൾ. അതുകൊണ്ട് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു, നമ്മളും റസൂലും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? സമയക്കുറവ് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. 2 ചോദ്യങ്ങൾക്ക് കൂടെ യൗവനം വിട പറയും മുമ്പേ ഉത്തരം പറയണം. മൂന്നാമത്തേത് പാപങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതം തകരുകയാണെന്ന് ഓർക്കുകയും സംഭവിച്ച പാപങ്ങളിൽ നമ്മൾ എത്രയാണ് അള്ളാഹുവിനെ പേടിക്കുന്നത്, എത്രയാണ് നമ്മൾ തൗബ ചെയ്ത് മടങ്ങിയത്. 20 വയസ്സാകുമ്പോഴേക്കും കാണാത്ത സിനിമയില്ല, മോശമായ വീഡിയോകളില്ല. 25 വയസ്സാകുമ്പോഴേക്കും ഉപയോഗിക്കാത്ത ലഹരിയില്ല. ഇതാണോ നമ്മുടെ യൗവനം? ഇങ്ങനെ നശിപ്പിക്കാനാണോ ആരോഗ്യത്തോടെ അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചത്? ഈ പാപങ്ങളിൽ നമ്മൾ അള്ളാഹുവിനെ പേടിക്കണ്ടയോ? റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങണ്ടയോ? നമ്മൾ അറിയണം, ഒരു തെറ്റ് സംഭവിച്ചാൽ നമ്മുടെ കുടുംബം മാത്രമല്ല, നാം മാത്രമല്ല അവിടെ നശിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ വരുമ്പോൾ നിന്റെ കുടുംബവും നിന്റെ നാടും നിന്റെ ഉമ്മത്തിനും അതിന്റെ ഫലം വരുന്നതിന്റെ അതിന്റെ ഭവിഷ്യത്ത് വരുന്നുണ്ട്. തെറ്റുകൾ അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. സ്വഹീഹായ ഹദീസാണിത്, സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണിത്. ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞു പോയൊരു മനുഷ്യൻ മരണമാസന്നമായപ്പോൾ അയാൾക്ക് തോന്നി, ഒരു നിലക്കും അള്ളാഹു വിടില്ലെന്ന് ഉറപ്പാൻ, ചെയ്യാത്ത തെറ്റുകളില്ല. ചെറുപ്പകാലത്ത് പോക്കിരിയായി നടന്ന ആളാണ്, സർവ്വതമ്മാടിത്തരവും ചെയ്ത ആളാണ്. പിന്നെ നാട് വിട്ടു, പിന്നെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു, വീണ്ടും തെറ്റ്. ആ മനുഷ്യൻ മരിക്കാൻ കിടക്കുമ്പോ മക്കളൊക്കെ വിളിച്ചു, മക്കളെ, ഞാൻ നിങ്ങൾക്കൊരു നല്ല വാപ്പയായിരുന്നു എന്ന് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. ആള് സമ്മതിക്കാണ്. മക്കളെ, വാപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം നിങ്ങൾ ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ ആശയത്തിൽ വിശ്വസിച്ചു എന്നല്ലാതെ നിങ്ങളുടെ വാപ്പ ഒരു നന്മയും ചെയ്തിട്ടില്ലെന്നറിയാം. മക്കൾ ഉപ്പാക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിങ്ങൾ മുസ്ലിമീങ്ങൾ മറവ് ചെയ്യുന്ന പോലെ മറവല്ല ചെയ്യേണ്ടത്. പിന്നെ എന്ത് ചെയ്യണം? വാപ്പ ചെയ്ത വസിയത്ത് നമ്മുടെ നബി തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിലാണിത്, നമ്മുടെ ശരീഅത്തിലല്ല. ആ മനുഷ്യൻ പറഞ്ഞു കൊടുത്തു മക്കളോട്, മക്കളെ, നിങ്ങളുടെ ഉപ്പയെ നിങ്ങൾ ശവദാഹം ചെയ്യണം, സംസ്കരിക്കണം, വിറക് കൊണ്ടുവന്ന് കത്തിച്ചു കളയണം. എന്നെ നിങ്ങൾ ശക്തമായ തീയിലിട്ട് കരിച്ചു കളയണം. ഉപ്പാ, ഞങ്ങൾ മക്കളെ കൊണ്ടത് ചെയ്യാൻ കഴിയില്ല. മക്കളെ, നിങ്ങൾ ഉപ്പാക്ക് വേണ്ടി അതൊന്ന് ചെയ്തു തരണം. ഞാൻ മുഴുവൻ പറയട്ടെ, എന്നെ കത്തിച്ച് 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 ഞാനൊരു ചാരമായി ഭസ്മമായി മാറിയാൽ അതൊരു പാത്രത്തിലാക്കി വെക്കുക. നല്ല കൊടുങ്കാറ്റടിക്കുന്ന ഒരു കാലത്ത് നിങ്ങൾ ഒരു പുഴയരികിലോ ഒരു കടലിന്റെ വക്കത്തോ ചെന്ന് എന്റെ ഭസ്മമായി കിടക്കുന്ന എന്റെ ശരീരം കത്തിയെരിഞ്ഞിട്ടത് കരിക്കട്ടയായി മാറിയ ആ പൊടി നിങ്ങൾ പൊടി പൊടിച്ച് ആ കാറ്റിലങ്ങ് പറത്തിക്കളയണം. എന്തിനാണെന്ന് മക്കളെ അറിയോ? അള്ളാഹുവിന് എന്നെ കിട്ടാൻ പാടില്ല. നാളെ എങ്ങാനും അള്ളാഹു എന്നെ പിടിച്ചാൽ നാളെ രക്ഷപ്പെടുമെന്നൊരു പ്രതീക്ഷയുമില്ല. മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വാപ്പ ഈ പറഞ്ഞ് നിർബന്ധിച്ചതിന്റെ പേരിൽ വിവരമില്ലാത്ത മക്കള് വാപ്പ പറഞ്ഞ പോലെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ വസിയത്തുണ്ടായാൽ പോലും ചെയ്യാൻ പാടില്ലെന്നാണ് ശറഇന്റെ നിയമമാണ് നടപ്പാക്കേണ്ടത്. പക്ഷെ ആ മക്കള് ഇസ്രായേൽ സന്തതികളിൽ കഴിഞ്ഞ സംഭവമാണ്. നമ്മുടെ നബി തങ്ങളുടെ കാലത്തല്ല, അതിന്റെ ശേഷവുമല്ല, അതിന്റെ മുമ്പാണ് മക്കൾ ഉപ്പയെ കത്തിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല കത്തിച്ചാമ്പലായി പോകുന്ന വെണ്ണീരിൽ നിന്നും മനുഷ്യന് പുനർജന്മം നൽകാൻ കഴിയുന്നവനാണെന്നും കടലിൽ മുങ്ങി മരിച്ചവനും ഖബറുണ്ടെന്നും
ആകാശ ലോകത്ത് വെച്ച് ഫ്ലൈറ്റ് ക്രാഷായിട്ട് മരിച്ചു പോകുന്ന കരിക്കട്ടയായി മാറിയാൽ പോലും, ഭസ്മമായ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങളിൽ ചേർന്നാൽ പോലും അവർക്ക് ഖബർ ശിക്ഷയുണ്ട് എന്നും, അവരുടേതായ രീതിയിൽ അള്ളാഹു ഖബറിലെ സുഖമാണെങ്കിൽ സുഖം, ശിക്ഷയാണെങ്കിൽ ശിക്ഷ, അത് നൽകാൻ അള്ളാഹു കഴിവുള്ളവനാണ് എന്ന റബ്ബിന്റെ ഖുദ്റത്തിനെ കുറിച്ച് വിവരമില്ലാതിരുന്ന ഈ മനുഷ്യനാണ് പറഞ്ഞത്, എന്നെ അള്ളാഹു പിടിക്കാൻ പാടില്ല, എന്റെ രക്ഷിതാവിന് എന്നെ പിടികൊടുത്താൽ ഞാൻ രക്ഷപ്പെടില്ല. അതുകൊണ്ട് മക്കളെ, എന്റെ ഭസ്മം നിങ്ങൾ കാറ്റിൽ പറത്തിക്കളയണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യന്റെ ആത്മാവിനോട് സംസാരിച്ചത് വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസിൽ നബി തങ്ങൾ പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറയുകയാണ്, ആ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, അല്ലാഹു തആല ചോദിച്ചു, മാ ഹമലക അലാ മാ സ്വനഅത, നീ എന്തേ നിന്നെ ഭസ്മമാക്കി കളയാൻ നിന്റെ മക്കളോട് വസിയത്ത് ചെയ്തത്? എന്തേ നീ അങ്ങനെ ചെയ്യാൻ കാരണം? എന്തേ നീ അങ്ങനെ ചെയ്യാൻ കാരണം? ഖാല, ആ മനുഷ്യൻ പറഞ്ഞു, യാ റബ്ബ് ഖശീതുക മിൻ കസറതി ദുനൂബി, എന്റെ പാപങ്ങൾ വർദ്ധിച്ചു പോയതിന്റെ പേരിൽ, എണ്ണിയാൽ ഒടുങ്ങാത്ത തെറ്റുകൾ ചെയ്തതിന്റെ പേരിൽ റബ്ബേ നിന്നെ പേടിച്ചിട്ടാണ് ഞാനത് ചെയ്തത് എന്ന് ആ മനുഷ്യനതിന് മറുപടി കൊടുത്തു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരുണ്യവാന്റെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ് നമുക്ക് ഓടിച്ചെല്ലാനുള്ളത്? കുറ്റവാളികൾക്ക് ഓടിച്ചെല്ലാനുള്ളത് റബ്ബിന്റെ മുമ്പിലേക്കല്ലാതെ എവിടേക്കാണ്? പാപികൾക്ക് പടച്ചവനെ ഞാൻ പാപിയാണ്, പുറത്തു തരണേ, മാപ്പ് തരണേ എന്ന് ഈ റബ്ബിനോടല്ലാതെ ആരോടാണ് പാപമോചനം ചോദിക്കാനുള്ളത്? അല്ലാഹുവേ, നിന്നെ പേടിച്ചത് കൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളോട് എന്നെ ഖബർ കുഴിച്ചു മൂടണ്ട, എന്നെ നിങ്ങൾ കത്തിച്ചു കളയണമെന്ന് പറഞ്ഞത്. ഇന്നീ ഖശീതുക മിൻ കസറതി ദുനൂബി, എൻ്റെ പാപങ്ങളുടെ ആധിക്യം കാരണം ഞാൻ നിന്നെ പേടിച്ചത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ഫഖാല അല്ലാഹു സുബ്ഹാനഹു, അല്ലാഹുവിന്റെ മറുപടി വരുന്നു, യാ മലായികതി, എൻ്റെ മാലാഖമാരേ, ഉഷ്ഹിദുകും അന്നീ ഖദ് ഗഫർതു ലഹു വഅദ്ഖൽതുഹുൽ ജന്നഹ്, നിങ്ങളെ സാക്ഷിയായി ഞാൻ പറയട്ടെ, എന്നെ പേടിച്ചത് കാരണം ഞാൻ നിങ്ങളെ സാക്ഷിയായി പറയുന്നു, ഖദ് ഗഫർതു ലഹു, ഇയാൾക്ക് ഞാൻ എന്നേക്കുമായി വിട്ടുപുറത്തിരിക്കുന്നു, വഅദ്ഖൽതുഹുൽ ജന്നഹ്, ഞാൻ അയാൾക്ക് സ്വർഗം നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു മറുപടി പറഞ്ഞു എന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. ജീവിതത്തിൽ ഇത്രത്തോളം ഗുരുതരമായി തെറ്റ് ചെയ്ത ഒരാൾ റബ്ബിനെ പേടിച്ചത് കാരണം അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ നിരാശരാവരുത്. എത്ര വലിയ ഗുരുത്തക്കേട് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിന് പുറത്തു കൊടുക്കാം, അള്ളാഹുവിന് മാപ്പ് ചെയ്യാം. റബ്ബിന് അവരെ കഴുകി ശുദ്ധിയാക്കി കണ്ണാടി ചില്ല് പോലെ റബ്ബിന് അവരെ മിനുക്കിയെടുക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ തൗബ ചെയ്യുക, പശ്ചാത്തപിക്കുക. കോളേജിൽ പഠിക്കുന്ന കാലം, എക്സ്കർഷൻ പോകുന്ന കാലം, ടൂറിന് പോകുന്ന കാലം, സ്റ്റഡി ടൂറിന്, ക്യാമ്പിങ്ങിന് പോയിട്ട്, നൈറ്റ് ക്യാമ്പുകൾ ഉണ്ടായിട്ട് തോന്നിവാസങ്ങൾ ചെയ്തു കൂട്ടുന്ന നമ്മുടെ കോളേജ് കുമാരന്മാർ, തെറ്റുപറ്റിയവർ അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങണം. നമ്മുടെ പെൺകുട്ടികൾ തൗബ ചെയ്ത് മടങ്ങണം, ആൺമക്കൾ തൗബ ചെയ്ത് മടങ്ങണം. നമ്മളെല്ലാവരും തൂബൂ ഇലല്ലാഹി ജമീഅ അയ്യുഹൽ മുഅ്മിനൂന ലഅല്ലകും തുഫ്ലിഹൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ മുഴുവനും തൗബ ചെയ്യണം. നിങ്ങൾക്ക് വിജയം വേണോ? നിങ്ങൾ തൗബ ചെയ്യണം. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് നമ്മൾ തൗബ എത്രയാണ് നമ്മൾ അല്ലാഹുവിനെ പേടിക്കുന്നത്? ഇതാണ് മൂന്നാമത്തെ ചോദ്യം. എത്രയാണ് നമ്മൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നത്? കഹാം ഗുസാരി സാസേ ജവാബ് മാംഗേഗാ, കഹാം ഗുസാരി സാസേ ജവാബ് മാംഗേഗാ, वो जब मिलेगा मुकम्मल हिसाब मांगेगा. ഓരോ ശ്വാസവും എവിടെയാണ് ചെയ്തത്, എവിടെയാണ് ചെലവഴിച്ചത് എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കാനിരിക്കുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാറുണ്ട്, അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ, അല്ലാഹ അല്ലാഹ ഇദാ ഖലൗത്. ഒറ്റക്കായിരിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിക്കണേ, ഒറ്റക്കായിരിക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണേ എന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുമായിരുന്നു നബിയുടെ സ്വഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നമ്മൾ മൊബൈൽ ഫോണുകളിൽ ഒറ്റക്കാണ്, അതൊരു തരം പ്രൈവസിയാണ്. അവനതിന് ലോക്കിടാം. തൻ്റെ മൊബൈൽ ഫോൺ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം അതിനെ ക്ലോസ് ചെയ്യാം, അതിനെ അടച്ചു വെക്കാം. ഫിംഗർ ലോക്ക്, കണ്ണുകൊണ്ട് ലോക്ക്, നമ്പർ ലോക്ക്, എന്തെല്ലാം ലോക്കുകൾ.
നമ്മൾ അവിടെ ഒരു സ്വകാര്യതയാണ് അനുഭവിക്കുന്നത്. അവിടെയാണ് ഇബ്നു മസ്ഊദ് തങ്ങളുടെ വാക്ക് ഓർമ്മ വരണം. അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ, ഒറ്റക്ക് നിൽക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം. നിങ്ങളുടെ ഫോൺ പിടിച്ചു നിൽക്കുമ്പോൾ അല്ലാഹുവിനെ ഓർമ്മ വരണം. നമ്മുടെ മെസ്സേജുകൾ ആൾമാറാട്ടം ചെയ്യാൻ പറ്റും, ആളറിയാതെ പലതും വിടാൻ പറ്റും, തെറ്റുകൾ വിടാൻ പറ്റും. നമ്മളറിയണം അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലാഹു നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നാളെ വിചാരണ പറയേണ്ടി വരും, ഇതിനൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരും. നമ്മൾ കൊടുത്തുവിടുന്നത്, എഴുതിവിടുന്നത്, പ്രചരിപ്പിക്കുന്നത്, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ, കാടിനുള്ളിൽ ചെന്നിട്ട് പാപം ചെയ്യാൻ ഉദ്ദേശിച്ച ഒരാളിന്റെ കഥ നമ്മുടെ അസറുകളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് തോന്നില്ല, യറാനി അഹദ്, ഇവിടെ ആരും എന്നെ കാണില്ലല്ലോ, ഒരു കാട്ടിനുള്ളിലാണ്. നമ്മുടെ കാടുകളിൽ നമ്മുടെ എക്കോ ടൂറിസങ്ങളുണ്ട്, നിലമ്പൂരിലുണ്ട്, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ ആതിരപ്പള്ളി അടക്കമുള്ള പല സ്ഥലങ്ങളിൽ എക്കോ ടൂറിസം സെന്ററുകൾ അല്ലേ, അട്ടപ്പാടിയിലുണ്ട്, എത്രയോ. നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ, ഉൾപ്രദേശങ്ങളിൽ കാട്, ഗവൺമെന്റ് റിസർവുകൾ, പ്രകൃതി കണ്ട് ആസ്വദിക്കാനും വെള്ളച്ചാട്ടം കാണാനും കാടിനുള്ളിലേക്ക് ചെന്ന് നോക്കിയാൽ കാണുന്നത് കുപ്പികളാണ് അല്ലേ. എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? അവിടെ ചെന്നാൽ കള്ളുകുപ്പിയെ കാണാം. ആകെ അവിടുത്തെ ഷോ അതാണ്. പല ബ്രാൻഡുകൾ, പല കമ്പനികൾ, എന്തൊക്കെ ബ്രാൻഡുകൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ മക്കള്, നമ്മുടെ ചെറുപ്പക്കാർ, മുസ്ലിം ചെറുപ്പക്കാർ, അവരെ പറ്റിയേ ഞാൻ പറയുന്നുള്ളൂ. നമ്മളിതിനൊന്നും പോവല്ലേ. അല്ലാഹ അല്ലാഹ ഫിസ്സറായിർ. കാട്ടിലെത്തിയപ്പോൾ എന്നെ ആരും കാണില്ലല്ലോ എന്ന് അന്നൊരിക്കൽ മനസ്സുകൊണ്ട് പറഞ്ഞു പോയ ഒരാൾക്ക് ആരോ വിളിച്ചു പറയുന്ന പോലെ അയാൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. അയാൾ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് ആ കേൾവി ഉണ്ടായത്. നമുക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചവരാണ്. എവിടെയെങ്കിലും ഒരു തെറ്റിനൊരു സാധ്യത വരുമ്പോഴേക്കും അള്ളാഹു ഇടപെടുകയാണ്. നമ്മൾ തെറ്റ് കഴുകി നമ്മൾ അതിൽ കുളിച്ചിരിക്കുകയാണ്. നന്നാവണമെന്ന മോഹം നമ്മുടെ കൽബിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഹിദായത്തിന്റെ വഴി നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകുന്നത്. നമ്മുടെ കൽബിൽ പടച്ചവനേക്കൊന്ന് നന്നാവണം അങ്ങനെ തോന്നാറുണ്ടോ? കുറെ കള്ളു കുടിച്ചിട്ടും കുറെ വ്യഭിചരിച്ചിട്ടും അങ്ങനെയൊക്കെ ജീവിച്ചിട്ട് പിന്നെ അവസാനം കൂടെ നന്നാവാ. ഈ അവസാനം എന്ന് പറഞ്ഞത് എപ്പോഴാ? ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഗ്യാരണ്ടി ഉണ്ടോ? നമ്മൾ ഈ പരിപാടി കഴിയും മുമ്പ് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വീട്ടുകെത്തും മുമ്പ് മരിക്കൂല എന്ന് പറയാൻ പറ്റുമോ? ഒന്നും കഴിയില്ല. അങ്ങനെ കാടിനുള്ളിൽ ചെന്ന് പാപം ചെയ്യാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനെ കേൾക്കാൻ കഴിഞ്ഞു. അവിടെ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. എന്നാരും കാണില്ല, ഞാൻ ഇവിടെ വെച്ച് തെറ്റ് ചെയ്യട്ടെ എന്നുദ്ദേശിച്ച് കാടിനുള്ളിലേക്ക് കയറി ചെന്ന ഒരു ചെറുപ്പക്കാരന് അന്നവിടെ കേൾക്കാൻ കഴിഞ്ഞത്രേ. ഒരാൾ വിളിച്ചു പറയുന്ന പോലെ, ഇത് ഖുർആനിന്റെ ആയത്താണ്, സൂറത്തുൽ മുൽക്കിലെ അലാ യഅലമു മൻ ഖലഖ അലാ യഅലമു മൻ ഖലഖ വഹുവൽ ലതീഫുൽ ഖബീർ. നിന്നെ പടച്ചവൻ ഇതൊന്നും അറിയുന്നില്ലേ? എന്താണ് ആ ചോദ്യം? അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയില്ലയോ ഇതൊക്കെ? കാടിനെ പടച്ചവനില്ലേ? രാത്രിയെ പടച്ചവനല്ലയോ അല്ലാഹു? അവൻ അറിയില്ലയോ നീ ചെയ്യുന്നത്? വഹുവൽ ലതീഫുൽ ഖബീർ. എല്ലാ വിഷയങ്ങളും സസൂക്ഷ്മം അതിന്റെ ഡീറ്റെയിൽസ് അടക്കം അറിയുന്നവനാണ് അല്ലാഹു. അവൻ ലതീഫാണ്, ഖബീറാണ്. അവൻ അറിയില്ലയോ? ആ മറുപടി മതി. ആ വിളിച്ചു പറയും. ഒരു പക്ഷേ ഒരു നല്ല ജിന്നായിരിക്കാം വിളിച്ചു പറഞ്ഞത്, മലക്കിന്റെ ശബ്ദമാവാം. അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു സഹായമാണ് ലഭിക്കുന്നത്. അവിടെ നിന്ന് പിന്തിരിയുകയാണ് ഉണ്ടായത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒറ്റക്കിരിക്കുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ സ്വകാര്യതകളിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടാൻ അവൻ തൗഫീഖ് നൽകട്ടെ. സ്വകാര്യവും പരസ്യവും അള്ളാഹു അറിയുന്നവനാണ്. ഖാലിഖ് കീ പുർഖുലൂസ് ഇതാഅത്ത് കിയാ കരോ, ज़ाहिर न बेजा अपनी शजाअत किया करो. നമ്മുടെ ഊക്കും കരുത്തും നമ്മുടെ കയ്യൂക്കും നമ്മുടെ കഴിവുകളും പ്രകടിപ്പിക്കേണ്ടത് അസ്ഥാനത്തല്ല. നമ്മൾ സ്രഷ്ടാവിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടവർ. ഖാലിഖ് കീ, സ്രഷ്ടാവിന് പുർഖുലൂസ്, ആത്മാർത്ഥമായി ഇതാഅത്ത് കിയാ കരോ, അല്ലാഹുവിനനുസരിച്ചേക്കണമേ. ज़ाहिर न बेजा शजाअत किया करो. सरमाया कौम का हो, वतन की हो आबरू,
हर लम्हा अपनी हिफाजत किया करो. നമ്മുടെ സമ്പാദ്യം ഈ സമുദായത്തിന്റെ സമ്പാദ്യമാണ്. നമ്മുടെ യുവാക്കൾ ഈ സമുദായത്തിന്റെ സമ്പാദ്യമാണ്. വചൻ കി ഹോ ആബറൂ, നമ്മുടെ യുവാക്കൾ രാജ്യത്തിന്റെ അഭിമാനമാണ്. രാജ്യത്തിന്റെ അഭിമാനമാണ് നമ്മുടെ യുവാക്കൾ. ഈ രാജ്യത്തിന്റെ അഭിമാന സ്തംഭങ്ങളാണ്. നമ്മുടെ സമ്പത്ത് യുവജനങ്ങളാണ്. അതുകൊണ്ട് ഹർ ലംഹ അപ്നി ഹിഫാസത് കിയാ കരോ, നമ്മുടെ ഓരോ നിമിഷവും കാത്തുകൊള്ളുക, ഓരോ നിമിഷവും സൂക്ഷിച്ചുകൊള്ളുക. നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്ന്. ബാത്തുൽ കോ മിട്ടാനാ ഹോ ദുനിയാ കെ സാമനെ, ബാത്തുൽ കോ മിട്ടാനാ ഹോ ദുനിയാ കെ സാമനെ, ഖുർആൻ കി ആയതോं की തിലാവത് കിയാ കരോ. ലോകത്ത് നിന്ന് തിന്മയെ ഉച്ചാടനം ചെയ്യലാണ് ലക്ഷ്യമെങ്കിൽ അതിന് പരിഹാരം ഒന്നേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം. जालिम को सीधी राह की तरगीब हो खुद बखुद, जालिम को सीधी राह की तरगीब हो खुद बखुद, फरमाए मुस्तफा को रिवायत किया करो. അക്രമികളുടെ അക്രമം അവസാനിപ്പിക്കണമെന്നാണ് ലക്ഷ്യമെങ്കിൽ, സമാധാനപൂർണമായ ജീവിതമാണ് രാജ്യത്ത് വേണ്ടതെങ്കിൽ, ഫർമായ മുസ്തഫ കോ റിവായത്ത് കിയാ കരോ, മുഹമ്മദ് മുസ്തഫയുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്ദേശങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുക്ക്. അവിടെ സമാധാനം വരും. മുഹമ്മദ് നബി തങ്ങളുടെ സന്ദേശം വെറുപ്പിന്റേതല്ല, തല്ലിന്റേതല്ല, വെട്ടലും കൊല്ലലുമല്ല. അത് സ്നേഹമാണ്, പരമമായ സ്നേഹമാണ്. അയൽപക്കക്കാരനോട്, നാട്ടുകാരനോട്, രാജ്യക്കാരനോട്, തന്റെ ബന്ധുജനങ്ങളോടെന്ന് മാത്രമല്ല, മനുഷ്യരെല്ലാം ബന്ധുക്കളാണ്. ഒരു മനുഷ്യനെ കൊന്നാൽ സർവ്വ മനുഷ്യരെയും കൊല്ലുന്നതിന്റെ ശിക്ഷയാണ് അവൻ അനുഭവിക്കാൻ പോകുന്നത്. ഇത്രയും മഹിതമായ മനുഷ്യത്വം ലോകത്തിന് പഠിപ്പിച്ചവരാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ മാർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു വരണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് പാപങ്ങളിൽ നിന്ന് തൗബ ചെയ്ത് നമ്മൾ എങ്ങനെയാണ് മടങ്ങിയത്, നമ്മൾ എത്രത്തോളം മടങ്ങിയിട്ടുണ്ട്? അവസാനത്തെ നാലാമത്തെ ഒരു ചോദ്യം, യൗവനം വിട പറയും മുമ്പേ എന്ന വിഷയത്തിൽ അവസാനമായി പറയാനുള്ളത്, ജീവിതം, സമയം നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? സമയവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നമ്മുടെ സമയം കഴിഞ്ഞു പോകുന്നത്? മുത്തുനബി തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ് ഞാൻ പറയട്ടെ, ഇത് എപ്പോഴും ഓർത്തു വെക്കേണ്ട ഹദീസാണ്. നിഅമതാൻ, രണ്ടനുഗ്രഹങ്ങളുണ്ട്, രണ്ടനുഗ്രഹങ്ങൾ, രണ്ട് നിഅമത്തുകൾ. നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടു പോകുന്ന രണ്ടനുഗ്രഹങ്ങൾ. രണ്ട് വലിയ അനുഗ്രഹങ്ങളാണ്, പക്ഷെ അധികം ആളുകൾക്കും അതിന്റെ കഥ അറിയില്ല. അസ്സുഹ വൽ ഫറാഗ്, ഒന്ന് മനുഷ്യന്റെ ആരോഗ്യമാണ്, മറ്റൊന്ന് മനുഷ്യന്റെ ഒഴിവ് സമയം. ഇത് രണ്ടും മഹാനിഅമത്തുകളാണ്. അതെങ്ങനെയാണ് ചെലവഴിക്കേണ്ടത് എന്ന് പലർക്കും അറിയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ഹോളിഡേ, നമ്മുടെ വെക്കേഷൻ, നമ്മുടെ ഫ്രീ ടൈം, പ്രവാസികൾ നാട്ടിലേക്ക് ലീവിന് വന്നാൽ ആ ലീവ് സമയം അൽ ഫറാഗ് എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്തവർ. അസ്വഹ, മനുഷ്യന്റെ ആരോഗ്യം, ഒരു 60-70 വയസ്സുവരെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയും, പൂർണ്ണ ആരോഗ്യത്തോടെ. പിന്നെ ആരോഗ്യം കുറയാൻ തുടങ്ങുന്നു, മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ആരോഗ്യമുള്ള സമയം മനുഷ്യൻ അന്നേരമാണ് തെറ്റ് ചെയ്യുന്നത്, അന്നേരമാണ് ആളുകളോട് ദുൽമ ചെയ്യുന്നത്, അന്നേരമാണ് പക വീട്ടുന്നത്, അന്നേരമാണ് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. അതാണ് കൊള്ളയും കൊലയും വ്യഭിചാരവും മയക്കുമരുന്നും തോന്നിവാസവുമായി മനുഷ്യൻ കടിച്ചു തീർക്കുന്നത്. ആരോഗ്യമുള്ള കാലം രോഗികൾ വല്ലതും ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും രോഗികൾ കൊലപാതകത്തിന് പോയിട്ടുണ്ടോ? ഏതെങ്കിലും രോഗികൾ മയക്കുമരുന്ന് അടിമകളായിട്ടുണ്ടോ? ശാരീരികമായി അല്ലാഹു എങ്ങാനും പരീക്ഷിച്ചാൽ പിന്നെ മനുഷ്യൻ ഇതൊന്നും വേണ്ട. എന്നാൽ ആരോഗ്യമുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ, 4 ചോദ്യങ്ങൾക്ക് നാളെ നിങ്ങൾ മറുപടി പറയണം. ആ ചോദ്യങ്ങളിൽ ഒന്ന്, വഉംരിഹി ഫീമ അഫ്നാ, ആയുസ് എവിടെയാണ്,
എവിടെയാണ് അവൻ തുലച്ചു കളഞ്ഞത് എന്ന് അള്ളാഹു ചോദിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് യുവാക്കളെ, സമയം വിലപ്പെട്ടതാണ്. അത് ബൈക്കിൽ കറങ്ങി തീർക്കാനുള്ളതല്ല, അത് അനാവശ്യമായി ജോലിയടിച്ച് തീർക്കാനുള്ളതല്ല. ഇബാദത്ത് യാനി കർ ലോ കുച്ച് ജവാനി മേ ഹുസൂൽ ബന്ദഗി ഹോതി ഹൈ ഇസ്മേ മഖബൂൽ. അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി യൗവനത്തിൽ ഇബാദത്ത് എടുക്കുക. പെൺകുട്ടികളോടും ആൺകുട്ടികളോടും യുവാക്കളോടും യുവതികളോടും പറയുന്നു, പഠിപ്പ് കഴിയട്ടെ, എക്സാം കഴിയട്ടെ, എന്നിട്ട് ഖുർആൻ എടുക്കാം. അങ്ങനെ പറയല്ല മോളെ. നിന്റെ ഹോംവർക്കിന്റെ കൂടെ, നിന്റെ അസൈൻമെന്റുകളുടെ കൂടെ, നിനക്ക് ചെയ്യാനുള്ള മറ്റ് പ്രൊജക്ടുകളുടെ കൂടെ തന്നെ അള്ളാഹുവിന്റെ കിതാബ് ഒരു പ്രൊജക്ട് തന്നെ. നമ്മുടെ വിദ്യാർത്ഥിനികൾ ഖുർആൻ ഓതാൻ മറന്നു പോവല്ലേ, സമയം നല്ലതിന് ചെലവഴിക്കട്ടെ, അനാവശ്യങ്ങളിലേക്ക് പോവല്ലേ. അള്ളാഹുവിന്റെ ഒരു ചോദ്യം, ഖുദ്സിയായ ഹദീസ്, അബീ തഗ്തറൂൻ അം അലയ്യ തജ്തരിഊൻ. നിങ്ങൾ എന്നെ സംബന്ധിച്ച് വഞ്ചിതരാവുകയാണോ? ഞാൻ ഒന്നും അറിയാത്ത ഒരു മണ്ഡനാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അള്ളാഹ് ചോദിക്കാൻ, അബീ തഗ്തറൂൻ, നിങ്ങൾ എന്നെന്താണ് വില വെക്കാത്തത്? ഇതൊക്കെ അള്ളാഹു ചോദിക്കുന്നത് അംബിയാഇന്റെ നാവിലൂടെയാണ്, ഹദീസിലൂടെയാണ് പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ കഴിഞ്ഞാൽ പിന്നെ ആലിമീങ്ങളാണ് പ്രവാചകന്മാർ ചെയ്ത ദൗത്യം ലോകത്ത് നിർവഹിക്കുന്നത്. പ്രവാചകന്മാർ നന്മ പഠിപ്പിച്ചത്, ആലിമീങ്ങളാണ് പിന്നെ ലോകത്ത് നന്മ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ആ വചനം നമ്മൾ ശ്രവിക്കുക. അള്ളാഹു ചോദിക്കുകയാണ്, അബീ തഗ്തറൂൻ അം അലയ്യ തജ്തരിഊൻ. നിങ്ങളെ ഉമ്മയുടെ ഗർഭാശയത്തിൽ ജനനം നൽകിയത് ഞാനാണ്, ഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഞാനാണ്. ഇവിടെ വന്നപ്പോൾ ഓക്സിജന്റെ ബാഗുമായിട്ടല്ല നിങ്ങൾ വന്നത്. ഈ ഭൂമിയിൽ ഓക്സിജൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. മൂക്കുമായി ഞാൻ നിങ്ങളെ പറഞ്ഞയച്ചു. നിങ്ങൾ ജനിച്ചു, ശ്വസിച്ചു, നിങ്ങൾക്ക് ഭക്ഷണം തന്നു, സ്നേഹവും കാരുണ്യവുമുള്ള ഉമ്മയെ ഉപ്പയെ തന്നു. നിങ്ങൾ വഞ്ചിതരാവുകയാണോ? നിങ്ങൾ എന്നോട് അസാധാരണമായ നിങ്ങൾ ധൈര്യം കാണിക്കുകയാണോ തിന്മ ചെയ്തുകൊണ്ട്? ഇനി പറയുന്ന ഭാഗം ഗൗരവമാണ്. ഞാൻ എന്നെ സത്യം ചെയ്ത് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് എന്റെ പരീക്ഷണം തരും. നിങ്ങൾ എന്നെ വകവെക്കാതെ ജീവിച്ചാൽ നിങ്ങളുടെ തലയിലേക്ക് ഞാൻ പരീക്ഷണങ്ങൾ തരും. നല്ല ബുദ്ധിയുള്ള മക്കൾ പോലും ബുദ്ധിയില്ലാത്തവരായി മാറുന്ന, പകച്ചു പോകുന്ന, സ്തംഭിച്ചു പോകുന്ന തരത്തിൽ. എന്താണ് പടച്ചവനെ ഈ രോഗം, എന്താണ് പടച്ചവനെ ഈ ചുറ്റുപാടുകളെന്ന് നിങ്ങൾ തന്നെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന പോലെ അള്ളാഹു നിങ്ങൾക്ക് ഫിത്നകൾ തന്ന് പരീക്ഷിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത്, അള്ളാഹുവിന്റെ ശിക്ഷകൾ വരാതെ റബ്ബ് കാക്കുന്നത് പ്രായമുള്ള കുറെ മനുഷ്യന്മാരെ നോക്കിയാണ്, മുലകുടി പ്രായമുള്ള കൊച്ചുമക്കളെ നോക്കിയാണ്. സ്വന്തമായി എഴുന്നേൽക്കാനോ കിടക്കാനോ ഉറങ്ങാനോ കഴിയാത്ത കൊച്ചുമക്കളെ, ആ മക്കളെ കണ്ടിട്ടാണ് അത്രേ അള്ളാഹു ശിക്ഷ ഇറക്കാത്തത്. പിന്നെയോ കന്നുകാലികളെ. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവജാലങ്ങൾ വിശുദ്ധമായ ഹദീസിൽ ലൗലശ്ശുയൂഖു റുക്ഉ വല്ലത്ഫാലു റുദ്ഉ വൽബഹായിമുൽ റുത്ഉ ലഖസഫത് ബികുമുൽ അർളു ഖസ്ഫാ ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്ഉ ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്ഉ വസുബിയതും മിനൽ യതാമാ റുദ്ഉ ومهملات في الفلات رتع صب عليكم العذاب اللوجع. മനോഹരമായ ഒരു കവിതയാണത്. ലൗലാ ശുയൂഖുൻ ലിൽ ഇലാഹി റുക്ഉ. എത്രയോ പ്രായമുള്ള ആളുകൾ കാലുമുട്ടിന് വേദനയായിട്ട് പോലും, ഊരക്ക് വേദനയായിട്ട് പോലും എത്രയോ ഉമ്മമാരും ഉപ്പമാരും നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാ വഴിക്ക് വരുന്നില്ലെങ്കിൽ തന്നെയും എത്രയോ പ്രായമുള്ളവര്. പാല് കുടിച്ചു വളരുന്ന കൊച്ചു യതീമുകളായ മക്കൾ നാടുകളിലുണ്ട്. മേഞ്ഞു നടക്കുന്ന ആടുകളും ജീവജാലങ്ങളും അള്ളാന്റെ ഭൂമിയിലുണ്ട്. ഇതില്ലായിരുന്നുവെങ്കിൽ
വേദനാജനകമായ ശിക്ഷ നിങ്ങൾക്കുമേൽ അള്ളാഹു ഇറക്കി തരുമായിരുന്നുവെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിനെ ഒരു കവിതയിലേക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സമയത്തിന്റെ വില മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെത്തിയിട്ടുണ്ട് മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ. അതുകൊണ്ട് ഈ പരിപാടി ഇവിടെ റാപ്പപ്പ് ചെയ്ത് നമ്മൾ മദ്രസയുടെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. രണ്ട് കാര്യം മാത്രം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളോട് ഉപദേശിച്ചത് യുവജനങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അല്ലാഹ ലാ തസ്തമിഉൽ ഗിനാ, ചെറുപ്പക്കാരെ നിങ്ങൾ പാട്ടിന്റെ പിന്നാലെ പോവരുത്. അനാവശ്യമായ പാട്ടുകൾ, മ്യൂസിക്കുള്ള പാട്ടുകൾ. ഫവല്ലാഹി മാ സമിഅഹു മുസ്തമിഉൻ ഇല്ലാ ഹബ്ബബ ഇലൈഹിൽ ഫാഹിഷ. ആര് അനാവശ്യമായ പാട്ടുകളും അനാവശ്യമായ ഈ സിനിമകളും ഇതുപോലെയുള്ള സമയം കൊല്ലുന്ന പരിപാടികൾ ആരൊക്കെയാണോ ചെയ്യുന്നത്, അല്ലാഹു അവരുടെ ഹൃദയത്തിലേക്ക് വ്യഭിചാരം അലങ്കാരമാക്കി കൊടുക്കും. എന്താ പറഞ്ഞതിനർത്ഥം? അവരിന്ന് വ്യഭിചാരം സംഭവിച്ചിരിക്കും. മ്യൂസിക്കിന് അടിമകളാകുന്ന ആളുകളിൽ നിന്ന് വ്യഭിചാരം സംഭവിക്കും. അതുകൊണ്ട് അല്ലാഹുവിനെ സൂക്ഷിക്കണേ. ലാ തസ്തമിഉൽ ഗിനാ, നിങ്ങൾ ഈ മോശമായ പാട്ടുകൾ, മ്യൂസിക് ഉപയോഗിക്കുന്ന പാട്ടുകൾ, നിങ്ങൾ അനാവശ്യമായ ഇതുപോലെയുള്ള ആഭാസങ്ങൾ കേൾക്കരുതേ. അത് കേട്ടവരുടെ ഖൽബിലേക്ക് അല്ലാഹു വ്യഭിചാരം പിശാചവർക്ക് അലങ്കാരമാക്കി കൊടുക്കും. ഒരു വാക്കുകൂടെ, ഉഖബത്ത് ഇബ്നു ആമിർ എന്ന പ്രിയപ്പെട്ട സ്വഹാബി, മുസ്ലിമീങ്ങളുടെ ആഫ്രിക്ക ഈ ഉമ്മത്തിനെ കീഴടക്കാൻ കാരണക്കാരനായ, ആഫ്രിക്കയിലേക്ക് ഇസ്ലാം കൊണ്ടുപോയ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അവിടുത്തെ മക്കളോട് പറയുമായിരുന്നു, അസ്അലുല്ലാഹ അസ്സ വജല്ല അൻ യഅസിമനാ വഇയ്യാകും മിനൽ ഗിനാ. മക്കളോട് പറയാണ്, മക്കളെ, ഞാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി റബ്ബിനോട് ദുആ ഇരക്കുന്നു, നിങ്ങളാരും പാട്ടിന്റെ മ്യൂസിക്കിന്റെ അടിമകളായി പോവരുത്. ഫവല്ലാഹി ഇദാ സമിഅ്തുമൂഹു, നിങ്ങൾ അനാവശ്യമായ പാട്ടുകളാണ് ഖൽബിലേക്ക് കൊണ്ടു നടക്കുന്നതെങ്കിൽ ലൻ തഹ്ഫളൂ കിതാബല്ലാഹി അബദാ, നിങ്ങൾക്കൊരിക്കലും ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയില്ല. അതുകൊണ്ട് സമയത്തിന്റെ വില മനസ്സിലാക്കണം. ചുരുങ്ങിയൊരു ജീവിതമാണിത്. ഇത് കഴിഞ്ഞ് അനന്തമായ, ഒരിക്കലും അവസാനിക്കാത്ത, മരണമില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട്. അത് ഒരുങ്ങാനുള്ള സ്ഥലമാണിത്. അല്ലാഹു നമ്മളെ ആ ജീവിതത്തിന് വേണ്ടി അല്ലാഹു നമ്മളെ തയ്യാറാക്കി തരട്ടെ. അവനിഷ്ടമുള്ളത് നമ്മുടെ ശരീരത്തിന് ഇഷ്ടമാക്കി തരട്ടെ. അല്ലാഹുവിന് വെറുപ്പുള്ളത് നമുക്ക് അല്ലാഹു വെറുപ്പാക്കി തരട്ടെ. അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ഈ 4 ചോദ്യങ്ങൾക്കാണ് മറുപടി കാണേണ്ടത്. ഒന്ന്, നാമും ഖുർആനും തമ്മിലുള്ള ബന്ധമെങ്ങനെ? നാമും റസൂലും തമ്മിലുള്ള ബന്ധമെങ്ങനെ? നാമും പാപങ്ങളുമായുള്ള നിലപാടുകൾ എങ്ങനെ? പാപമോചനം ചോദിച്ചോ? റബ്ബിനെ പേടിച്ചോ? അവസാനം സമയത്തിന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ്? ഈ 4 ചോദ്യങ്ങൾക്ക് യുവജനങ്ങൾ, യൗവനം അവരോട് വിട പറയും മുമ്പ് ഉത്തരം കാണണം. ആ ഉത്തരം നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഉത്തരമാണ്. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ.